അതിൽ നിന്നും സ്പീക്കറിൽ നിന്നും മാറ്റി വാട്ട് ഈസ് ബീങ് സ്പോക്കൺ എന്നതിലേക്ക് നമുക്ക് ശ്രദ്ധ കേന്ദ്രീകരിക്കാം. വെൻ സയൻസ് ലീവ്സ് ദ ക്ലാസ് റൂം, തിയറി വേഴ്സസ് പ്രാക്ടീസ് എന്നാണ് ഇന്നത്തെ വിഷയത്തിന് കൊടുത്തിരിക്കുന്ന തലക്കെട്ട്. ക്ലാസ് റൂമിന് വെളിയിലേക്ക് ഇറങ്ങിയതിന് ശേഷമുള്ള കാര്യമാണ് നമ്മൾ സംസാരിക്കുന്നത്. അപ്പോൾ പൊതുവെ അത് ആ ടൈറ്റിലിന്റെ പ്രസക്തി എന്ന് പറയുന്നത്, പൊതുവിൽ സയൻസ് എന്ന് പറയുന്നത് നമ്മുടെ നാട്ടിൽ ഒരാൾ ഇടപെടുന്നത് ക്ലാസ് റൂമിലാണ് ആദ്യം. അല്ലെങ്കിൽ സയൻസ് എന്ന് പറയുന്ന വാക്ക് പരിചയപ്പെടുന്നത്, സയൻസ് പഠിക്കുക എന്ന് പറയുമ്പോൾ നമുക്ക് ക്ലാസ് റൂമിൽ നടക്കുന്ന ഒരു പഠന പ്രവർത്തനമായിട്ടാണ് പലപ്പോഴും നമ്മുടെ മനസ്സിൽ ആദ്യം വരുന്ന ഇംപ്രഷൻ. പക്ഷെ ഇവിടെ നമ്മൾ സംസാരിക്കുന്നത് ആ ക്ലാസ്സിന് വെളിയിലേക്ക് വരുമ്പോൾ സയൻസിന് എന്താണ് സംഭവിക്കുന്നത് എന്നുള്ളതാണ്. അപ്പോൾ ഐൻസ്റ്റൈനെ ഒന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് തുടങ്ങാം. ഐൻസ്റ്റൈൻ്റെ ഒരു പ്രധാനപ്പെട്ട ഒരു കോട്ടുണ്ട്. ഒരുപാട് കോട്ടുകൾ ഐൻസ്റ്റൈന്റെ പേരിൽ പ്രചരിക്കപ്പെടുന്നുണ്ട്. ഇപ്പോ ചപ്പാത്തിക്ക് മാവ് കഴിക്കുമ്പോൾ അല്പം മൈദ ചേർത്താൽ നല്ല മാർദ്ദവം കിട്ടും, ആൽബർട്ട് ഐൻസ്റ്റൈൻ. ഇങ്ങനെ വരെ നമുക്ക് കിട്ടും വാട്സാപ്പിൽ. ഇത് ശരിക്കും ഐൻസ്റ്റൈന്റെ ഒരു കോട്ടാണ്. എഡ്യൂക്കേഷൻ ഈസ് വാട്ട് റിമൈൻസ് ആഫ്റ്റർ വൺ ഹാസ് ഫർഗോട്ടൺ എവറിത്തിങ് ഹീസ് ലേൺഡ് ഇൻ സ്കൂൾ. സ്കൂളിൽ പഠിച്ചതെല്ലാം മറന്നു കഴിഞ്ഞതിന് ശേഷം എന്തെങ്കിലും ബാക്കിയുണ്ടെങ്കിൽ അതാണ് ശരിക്കുള്ള എഡ്യൂക്കേഷൻ. നമ്മൾ ഓരോരുത്തരും ആലോചിക്കണം, നമ്മൾ സ്കൂളിൽ പഠിച്ച് കഴിഞ്ഞിറങ്ങിയപ്പോൾ ഇവിടെ ഇരിക്കുന്നതിൽ ഭൂരിഭാഗം പേര് സ്കൂളിൽ നിന്ന് ഇത് സ്കൂൾ തന്നെ ആണെന്നില്ല, കോളേജായാലും ഒക്കെയാണ്. നമ്മളിത് പഠിച്ചിറങ്ങിക്കഴിഞ്ഞപ്പോൾ നമ്മളിൽ എന്താണ് അവശേഷിക്കുന്നത്? എന്തെങ്കിലും അവശേഷിക്കുന്നുണ്ടെങ്കിൽ അതാണ് എഡ്യൂക്കേഷൻ. അപ്പൊ സയൻസ് ലീവ്സ് ദ ക്ലാസ് റൂം. നിങ്ങൾ ക്ലാസ് റൂമിൽ നിന്ന് ഇറങ്ങിയതിനു ശേഷവും സയൻസ് എന്ന് വിളിക്കുന്ന എന്തെങ്കിലും അവശേഷിക്കുന്നുണ്ടെങ്കിൽ അതാണ് നമ്മുടെ സയൻസിന്റെ നോളജ്. ബാക്കിയൊക്കെ നമ്മൾ പരീക്ഷയ്ക്ക് വേണ്ടി ചെയ്ത ഡെയർ ഷോ ഈവന്റുകൾ അല്ലെങ്കിൽ പസിൽ സോൾവിംഗ് മാത്രമാണ്. അത് സയൻസ് എഡ്യൂക്കേഷൻ എന്ന രീതിയിൽ നിൽക്കണമെന്നുണ്ടെങ്കിൽ അത് പഠിച്ചു കഴിഞ്ഞതിന് ശേഷവും ബാക്കി ഉണ്ടോ എന്നാണ് നമ്മൾ ചെക്ക് ചെയ്യേണ്ടത്. നമുക്കൊരു ചെറിയ സിമ്പിൾ എക്സാമ്പിൾ. ഇന്ന് ഈ സാധനം ഇല്ലാതെ ഒരു ലൈഫില്ല. സ്മാർട്ട് ഫോണിലാണ് എല്ലാം. ഈ സ്മാർട്ട് ഫോൺ എന്ന് പറയുന്നത് നമ്മളൊരു ആധുനികതയുടെ അല്ലെങ്കിൽ ഒരു മോഡേൺ ലൈഫിന്റെ ഒരു സൂചനയായിട്ട് അല്ലെങ്കിൽ അതിന്റെ ഒരു ഐക്കണായിട്ട് നമുക്ക് ഉപയോഗിക്കാവുന്ന ഒരു സംഗതിയാണ്. അത് നമ്മുടെ ജീവിതത്തെയും നമ്മൾ ഒരു സമൂഹം എന്ന രീതിയിൽ അതിന്റെ സ്വഭാവത്തെയും കൾച്ചറിനെയും പോലും വല്ലാതെ അത് സ്വാധീനിച്ചിട്ടുണ്ട്. ഇപ്പോൾ പണ്ട് ഏറ്റവും കൂടുതൽ വയലൻസും അക്ഷമയും നിന്നിരുന്ന സ്ഥലങ്ങളിലൊന്നാണ് നമ്മൾ ക്യൂ നിൽക്കുന്ന സ്ഥലങ്ങൾ. നമ്മുടെ ക്യൂകൾ ഇപ്പൊ എത്ര ശാന്തമാണെന്നോ. അത് പണ്ട് ഇങ്ങനെ ക്യൂ ഒരാൾ ഫ്രണ്ടിലോട്ട് നീങ്ങിയാൽ നമ്മൾ അയാളുടെ മുതുകത്ത് നിന്നിരിക്കും. ഇപ്പോൾ ഫ്രണ്ടിൽ നിൽക്കുന്ന ആൾ നീങ്ങിപ്പോയാൽ നമ്മൾ അറിയില്ല. ബാക്കിൽ നിന്ന് ആരെങ്കിലും ഓർമ്മിച്ചാലേ ക്യൂ നീങ്ങിയല്ലേ എന്നറിയാം. അത്രയും നമ്മൾ അബ്സോർബ്ഡ് ആയി നിൽക്കാൻ കഴിയുന്നു. അപ്പോൾ അങ്ങനെ അത് ഒരു കൾച്ചറൽ ട്രാൻസ്ഫർമേഷനാണ്. നമ്മൾ സാംസ്കാരികമായി തന്നെ നമ്മളെ മാറ്റാൻ ഇതിന് കഴിയും. ഈ സാങ്കേതിക വിദ്യ ഇതൊരു ടിപ്പിക്കൽ ഒരു ടെക്നോളജിക്കൽ പ്രോഡക്റ്റ് ആയിരിക്കുമ്പോൾ ഇതെങ്ങനെയാണ് സാധ്യമായത്? അതിന് പിന്നിൽ എന്തൊക്കെയാണ് ഉള്ളത്, അല്ലെങ്കിൽ എന്തൊക്കെ ഉണ്ടെങ്കിലാണ് ഇങ്ങനൊരു സാങ്കേതിക വിദ്യ സാധ്യമാകുന്നത്? ഇതിന് ഉത്തരം കണ്ടെത്താൻ നമ്മൾ ആലോചിക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, നമ്മുടെ നാട്ടിൽ ഒരുപാട് ക്ലെയിംസ് ഉണ്ട്. പണ്ട് 5000 വർഷം മുമ്പ് നമ്മൾ ലൈവ് ടെലികാസ്റ്റ് ചെയ്തിട്ടുണ്ട് എന്ന് പറയുമ്പോൾ അന്ന് എന്തുകൊണ്ട് അങ്ങനെ ഒരു സാങ്കേതിക വിദ്യ അസാധ്യമാണ് എന്ന് മനസ്സിലാക്കാൻ കൂടെ ഇങ്ങനെ ഒരു തോട്ട് നമുക്ക് സഹായിക്കും. നമുക്ക് ഓരോന്നും ഇപ്പൊ സ്ക്രീൻ, നമ്മളുടെ ലാപ്ടോപ്പിന്റെ ഈ ഒരു സ്മാർട്ട് ഫോണിന് ഒരുപാട് വശങ്ങളുണ്ട്. നമ്മൾ പാട്ട് കേൾക്കാൻ ഉപയോഗിക്കും, വീഡിയോ റെക്കോർഡ് ചെയ്യാൻ ഉപയോഗിക്കും, വീഡിയോ കാണാൻ ഉപയോഗിക്കും, ഓഡിയോ റെക്കോർഡ് ചെയ്യാൻ ഉപയോഗിക്കും, പാട്ട് കേൾക്കാൻ ഉപയോഗിക്കും, സംസാരിക്കാൻ ഉപയോഗിക്കും. ഇന്നത്തെ ഒരവസ്ഥ എന്ന് പറഞ്ഞാൽ ഫോൺ വല്ലപ്പോഴൊക്കെ നമ്മൾ സംസാരിക്കാൻ ഉപയോഗിക്കുന്നുള്ളതാണ്. ഫോൺ എന്ന് പറയുമ്പോൾ നമുക്ക് തോന്നുന്നത് ടെലിഫോണാണ്, തമിഴിൽ തൊലൈപ്പേച്ചി എന്നാണ്. ഞാൻ വെളിയിൽ ദൂരെ സംസാരിക്കാനാണ്, പക്ഷെ നമ്മളിപ്പോൾ വല്ലപ്പോഴും സംസാരിക്കാൻ ഉപയോഗിക്കുന്നുള്ളൂ. ബാക്കി ഒരുപാട് പർപ്പസിനൊക്കെ നമുക്കത് ഉപയോഗിക്കാൻ പറ്റും. അപ്പൊ നമ്മളൊരു ഇതിന്റെ പല ആസ്പെക്ടുകളിൽ ഒരു ആസ്പെക്ട് മാത്രമായിട്ടുള്ള അതിന്റെ ഡിസ്പ്ലേ നമ്മളൊന്ന് പരിഗണിക്കും. എല്ലാം കൂടെ കോംപ്രിഹെൻസീവ് ആയിട്ട് പരിഗണിക്കാൻ പറ്റില്ല എന്നുള്ളതുകൊണ്ടാണ് ഡിസ്പ്ലേ എടുക്കുന്നത്. ഇപ്പോൾ ലാപ്ടോപ്പിൽ നമ്മൾ സ്മാർട്ട് ഫോൺ നമ്മൾ ഓപ്പൺ ചെയ്ത് അതിന്റെ സ്ക്രീൻ ഓൺ ആയിരിക്കുമ്പോൾ അതിന്റെ ഒരു വൈറ്റ് ആയിട്ട് കാണുന്ന ഒരു പ്രദേശം, ഒരു വെളുത്ത അകത്ത് നമ്മളൊരു മൈക്രോസ്കോപ്പിലൂടെ സൂം ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ ആ ചിത്രത്തിൽ വലതുവശത്ത് കാണുന്ന പോലെ ഒരു സംഗതിയായിരിക്കും നമ്മൾ കാണുക. നമ്മൾ വൈറ്റ് കളർ അല്ല കാണാൻ പോകുന്നത്. അവിടെ കാണാൻ പോകുന്നത് റെഡ്, ഗ്രീൻ, ബ്ലൂ എന്നിങ്ങനെ 3 നിറങ്ങളുള്ള ബൾബുകൾ അടുക്കി ഒരു വരിവരിയായിട്ട് കത്തിക്കിടക്കുന്ന ഒരു ഗ്രിഡാണ് കാണാൻ പോകുന്നത്. അത് മൈക്രോസ്കോപ്പിന് വെളിയിൽ കൂടെ വെള്ള നിറത്തിലാണ് കാണുക. പക്ഷെ അത് മൈക്രോസ്കോപ്പിൽ കൂടെ നോക്കിക്കഴിഞ്ഞാൽ ഇത് വളരെ ലളിതമായിട്ട് ഹാൻഡ് ഹെൽഡ് മൈക്രോസ്കോപ്പിൽ ആർക്കും ബോധ്യപ്പെടാവുന്ന കാര്യമാണ്. ഇതിനകത്ത് മാജിക് ഒന്നുമില്ല. നമ്മുടെ സ്മാർട്ട് ഫോൺ സ്ക്രീനുകളിൽ ഇങ്ങനെയാണ്. സ്മാർട്ട് ഫോൺ എന്നല്ല, ഇന്നത്തെ ഡിജിറ്റൽ സ്ക്രീൻസ്, ഒരു LED പ്രൊജക്ട്, LCD സ്ക്രീനോ ഒക്കെ എടുത്തു കഴിഞ്ഞാൽ ഇങ്ങനെ തന്നെയാണ്. വൈറ്റ് കളർ എന്ന് കാണുന്ന പ്രദേശം നമ്മൾ സൂം ചെയ്ത് കഴിഞ്ഞാൽ ഈ 3 കളറായിട്ട് സ്പ്ലിറ്റ് ആവും. എങ്ങനെയാണ് ഇത് സംഭവിക്കുന്നത്? ഇത് ഓരോന്നും ഓരോ LED, ഒരു കുഞ്ഞ് LED ലാമ്പാണ്. നമ്മൾ സാധാരണഗതിയിൽ നമ്മൾ വീട്ടിൽ ഉപയോഗിക്കുന്ന LED ലാമ്പ് എന്ന് പറയുന്ന, LED ബൾബ് എന്ന് വിളിക്കുന്നതിന് അതിന് സാങ്കേതിക പ്രശ്നമുണ്ട്. ഒരു ലാമ്പാണ്. LED എന്ന് പറയുന്നൊരു സംഗതി, ലൈറ്റ് എമിറ്റിംഗ് ഡയോഡ് എന്ന് പറയുന്നൊരു സാങ്കേതിക വിദ്യയാണ് ആ പ്രകാശം പുറപ്പെടുവിക്കുന്നത്. അത് 3 നിറങ്ങളിൽ പ്രകാശം പുറപ്പെടുവിക്കാൻ കഴിയുന്ന LED കളെ അടുക്കി നിർത്തി
ഈ 3 നിറങ്ങൾ വെച്ചാണ് സ്മാർട്ട് ഫോൺ ഡിസ്പ്ലേ എല്ലാ കളേഴ്സും ഉണ്ടാക്കുന്നത്. ഈ 3 എണ്ണത്തിന്റെ പല അളവിലുള്ള കോമ്പിനേഷനാണ് ബാക്കി നിറങ്ങളെ സൃഷ്ടിക്കാൻ ഉപയോഗിക്കുന്നത്. അപ്പോ അതിൽ ഈ LED എന്ന് പറഞ്ഞ സംഗതി ഒരു കൃത്രിമ പ്രകാശ സ്രോതസ്സാണ്, ആർട്ടിഫിഷ്യൽ ലൈറ്റ് സോഴ്സ്. നമുക്ക് ഒരുപാട് ആർട്ടിഫിഷ്യൽ ലൈറ്റ് സോഴ്സ് ഉണ്ട്. മനുഷ്യൻ ഉപയോഗിച്ച ഏറ്റവും ആദ്യത്തെ ആർട്ടിഫിഷ്യൽ ലൈറ്റ് സോഴ്സ് എന്ന് പറഞ്ഞത് സിംപിളി തീയാണ്. തീ കത്തിച്ചാണ് ആദ്യമായിട്ട് കൃത്രിമ പ്രകാശം ഉണ്ടാക്കുന്നത്. അതിനുശേഷം നമ്മൾ പല സംഗതികളും കണ്ടുപിടിച്ചപ്പോൾ നമുക്കറിയാവുന്ന തോമസ് ആൽവ എഡിസൺ കണ്ടുപിടിച്ച ഇലക്ട്രിക് ബൾബ്, അതൊരു ഫിലമെന്റ് കത്തിച്ചിട്ടാണ്. നമ്മളിന്ന് മെഴുതിരി ഉപയോഗിക്കുമ്പോൾ മെഴുതിരി തീ എന്ന് പറഞ്ഞ സംഗതി എന്നുള്ള ലൈറ്റാണ് ഉപയോഗിക്കുന്നത്. ഫിലമെന്റ് ബൾബ് വന്നു. അത് കഴിഞ്ഞ് നമുക്ക് ഫ്ലൂറസൻ ലാമ്പ്, ട്യൂബ് ലൈറ്റ് നമ്മൾ വിളിക്കുന്ന ഫ്ലൂറസൻ ലാമ്പ് വന്നു. പിന്നെ അതിന്റെ തന്നെ ചെറിയ ഫോമായിട്ടുള്ള കോമ്പാക്ട് ഫ്ലൂറസൻ ലാമ്പ് വന്നു. ഇതിൽ നിന്നെല്ലാം ഡിഫറന്റ് ആയിട്ടുള്ള ടെക്നോളജിയാണ് LED എന്ന് പറയുന്നത്. അതിന് ഒരുപാട് ലൈറ്റ് എഫിഷ്യൻസി ഉള്ളതുകൊണ്ട് നമ്മൾ സർക്കാർ തലത്തിൽ അതിനെ പ്രോത്സാഹിപ്പിക്കുകയും പഴയ ലൈറ്റ് സോഴ്സിനെ നിരുത്സാഹപ്പെടുത്തുകയും ചെയ്യും. ഈ LED പ്രവർത്തിക്കുന്നത് എങ്ങനെയെന്ന് അറിയണമെന്നുണ്ടെങ്കിൽ ക്വാണ്ടം മെക്കാനിക്സ് അറിയണം. ക്വാണ്ടം മെക്കാനിക്സ് ഇവിടെ നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നില്ല. പൊതുവെ ക്വാണ്ടം മെക്കാനിക്സിന് ഒരു ചീത്ത പേരുണ്ട്, ആർക്കും മനസ്സിലാവാത്ത വിഷയമാണ്. ഇപ്പോ നീൽസ് ബോർ എന്ന് പറയുന്ന ശാസ്ത്രജ്ഞൻ ക്വാണ്ടം മെക്കാനിക്സിന്റെ തുടക്കക്കാരിൽ ഒരാളാണ്. അദ്ദേഹത്തിന്റെ ഒരു കോട്ടുണ്ട്, ഇഫ് യു ആർ നോട്ട് ഷോക്ക്ഡ് ബൈ ക്വാണ്ടം മെക്കാനിക്സ് യു ഹാവ് നോട്ട് അണ്ടർസ്റ്റുഡ് ഇറ്റ്. നിങ്ങൾക്ക് ക്വാണ്ടം മെക്കാനിക്സ് നിങ്ങൾക്ക് ഷോക്ക് ഉണ്ടായില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് മനസ്സിലായിട്ടില്ല. അതുപോലെ തന്നെ റിച്ചാർഡ് ഫൈൻമാൻ എന്ന് പറഞ്ഞ ക്വാണ്ടം ഇലക്ട്രോ ഡൈനാമിക്സ് എന്ന് പറയുന്ന ഒരു ഫീൽഡിന് നോബൽ പ്രൈസ് കിട്ടിയ ആള് പറയുന്നത്, ഐ എം പ്രിറ്റി ഷുവർ ദാറ്റ് നോ വൺ അണ്ടർസ്റ്റാൻഡ്സ് ക്വാണ്ടം മെക്കാനിക്സ്. ഓൾ ദാറ്റ് വി നോ ഇസ് ദാറ്റ് ഇറ്റ് വർക്ക്സ്. ക്വാണ്ടം മെക്കാനിക്സ് പ്രവർത്തിക്കും എന്നുള്ളതല്ലാതെ അത് ആർക്കും മനസ്സിലായിട്ടില്ല എന്നുള്ള കാര്യത്തിൽ എനിക്ക് ഉറപ്പാണ് എന്നാണ് ഒരു നോബൽ സമ്മാനം കിട്ടിയ ഫിസിസിസ്റ്റിന്റെ അഭിപ്രായം. അങ്ങനെ ഒരു ചീത്തപ്പേരുണ്ട് ക്വാണ്ടം പദ്ധതി. അത് തന്നെയാണ് പല ആളുകളും ഒരു വരം പോലെ എടുത്ത് ഉപയോഗിക്കുന്നത്. ആത്മാവും പറങ്കിമാവും ഒക്കെ ക്വാണ്ടം മെക്കാനിക്സിന്റെ ഭാഗമായിട്ട് നമ്മൾ കൊണ്ടുകയറ്റും. ഈ ക്വാണ്ടം മെക്കാനിക്സിൽ ആറ്റങ്ങൾ എങ്ങനെയാണ്, ഇലക്ട്രോൺസ് എങ്ങനെയാണ് അവയ്ക്ക് ചുറ്റിരിക്കുന്നത്, ഇലക്ട്രോൺ എങ്ങനെയാണ് എനർജി ബാൻഡുകൾ ഫോം ചെയ്യുന്നത്, എങ്ങനെയാണ് ഒരു ബാൻഡിൽ നിന്ന് വേറൊരു ബാൻഡിലേക്ക് ഇലക്ട്രോൺസ് പോകുമ്പോൾ പ്രകാശത്തിന് പുറത്തേക്ക് വരാൻ കഴിയുന്നത്, ഇങ്ങനെയൊക്കെയുള്ള തിയറട്ടിക്കൽ പക്ക തിയറിയാണ് ഒരു LED എന്ന് പറയുന്ന ഒരു ടെക്നോളജിയെ സാധ്യമാക്കുന്നത്. അപ്പോൾ ക്വാണ്ടം മെക്കാനിക്സ് അറിയില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് LED ഉണ്ടാക്കാൻ പറ്റില്ല. ഓക്കെ, അപ്പോൾ LED ഉണ്ടെങ്കിൽ ഈ സ്മാർട്ട് ഫോൺ ഡിസ്പ്ലേയിൽ ഈ കളർ ഉണ്ടാക്കാൻ പറ്റും. പക്ഷെ തീർന്നില്ലല്ലോ, എല്ലാ കളറും ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ ഈ 3 കളർ വെച്ച് ഉണ്ടാക്കാമെന്ന് കൂടെ അറിയണം. നമ്മൾ ഈ 3 കളറുകളെയും വിളിക്കുന്നത് പ്രൈമറി കളേഴ്സ് എന്നാണ്. ഇത് സ്കൂളിൽ എല്ലാ കുട്ടികളും ചെയ്യുന്ന ഒരു എക്സ്പെരിമെന്റ് ആണ്. 3 കളറുള്ള ലൈറ്റ്, ഈ റെഡ്, ഗ്രീൻ, ബ്ലൂ, RGB ചുരുക്കി വിളിക്കുന്ന ഈ കളറുകളെ കമ്പൈൻ ചെയ്ത് കഴിഞ്ഞാൽ 3 കൂടെ ഒരേ അളവിൽ വരുന്ന കഴിഞ്ഞാൽ അത് വെള്ള നിറമായിട്ട് മാറും. അളവുകൾ വ്യത്യാസപ്പെട്ട് കഴിഞ്ഞാൽ ഇതിനിടയ്ക്കുള്ള പല ഷെയ്ഡുകളാണ്, അതാണ് നമ്മൾ പ്രൈമറി കളേഴ്സ് എന്ന് വിളിക്കുന്നത്. ഇത് ഒരുപക്ഷെ സ്കൂളിൽ പഠിക്കുമ്പോൾ നമുക്ക് തോന്നുക ഈ 3 കളറുകൾക്ക് എന്തോ ഒരു മാജിക്കൽ പ്രത്യേകത ഉള്ളതുകൊണ്ടാണ് ഇവയ്ക്ക് എല്ലാ കളേഴ്സിനെ ഉണ്ടാക്കാൻ പറ്റുന്നതെന്ന് നമുക്ക് തോന്നും. ഈ അവയെ പ്രൈമറി കളേഴ്സ് എന്ന് വിളിക്കുന്നത് ആ കളേഴ്സിന് എന്തെങ്കിലും പ്രത്യേകത കൊണ്ടല്ല, അത് ആ കളേഴ്സിന്റെ പ്രത്യേകത അല്ല എന്ന് മാത്രമല്ല, എല്ലായിടത്തും ഇത് 3 അല്ല പ്രൈമറി കളേഴ്സ്. റെഡ്, ഗ്രീൻ, ബ്ലൂ എന്നീ കളേഴ്സ് ലൈറ്റ് മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ വൈറ്റ് ലൈറ്റ് കിട്ടും. എന്നാൽ റെഡ് പെയിന്റും ഗ്രീൻ പെയിന്റും ബ്ലൂ പെയിന്റും കൂടെ മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് വൈറ്റ് പെയിന്റ് കിട്ടത്തില്ല, അത് ബ്ലാക്ക് പെയിന്റ് ആണ് ആവാൻ പോകുന്നത്. അത് വേറെ തരം മിക്സിംഗ്, അത് പെയിന്റ് മിക്സിംഗ്, പിഗ്മെന്റ് മിക്സിംഗ് എന്നൊക്കെ പറഞ്ഞാൽ വേറെയാണ്. അവിടെ പ്രൈമറി കളേഴ്സ് വ്യത്യാസമാണ്. ഇപ്പോൾ പ്രിന്റ് എടുക്കാൻ പോകുന്ന സ്ഥലത്തുള്ള പ്രൈമറി കളേഴ്സ് അല്ല LED സ്ക്രീനിൽ ഉപയോഗിക്കുന്ന പ്രൈമറി കളേഴ്സ്. പറഞ്ഞു തരുന്നത് അത് പ്രൈമറി കളേഴ്സ് ആണ് എന്നുള്ള കാര്യം ആ കളേഴ്സിന്റെ പ്രത്യേകത അല്ല. പിന്നെ എന്തിന്റെ പ്രത്യേകതയാണ്? അത് നമ്മുടെ കണ്ണുകളുടെ പ്രത്യേകതയാണ്. മനുഷ്യന്റെ കണ്ണുകൾക്ക് പ്രകാശത്തെ തിരിച്ചറിയാനുള്ള കഴിവുണ്ട്. എല്ലാ പ്രകാശത്തെയും പറ്റില്ല. പ്രകാശം എന്ന് വിളിക്കുന്നത് ഇലക്ട്രോ മാഗ്നറ്റിക് റേഡിയേഷൻസ് എന്ന ഒരു വലിയ ബ്രോഡ് ക്ലാസ് ആണ്. അത് വളരെ ഫ്രീക്വൻസി കുറഞ്ഞ റേഡിയോ വേവ്സ്, നമ്മളൊക്കെ കമ്മ്യൂണിക്കേഷൻ ഉപയോഗിക്കുന്ന മൊബൈൽ കമ്മ്യൂണിക്കേഷനും റേഡിയോ കമ്മ്യൂണിക്കേഷനൊക്കെ ഉപയോഗിക്കുന്ന റേഡിയോ വേവ്സ് മുതൽ ക്യാൻസറിന് മറ്റേ റേഡിയോ തെറാപ്പി എന്ന് വിളിക്കുന്ന നാട്ടും പുറത്തിന്റെ ഭാഷയിൽ ലൈറ്റ് അടിപ്പിക്കുക എന്ന് പറയുന്ന ക്യാൻസറിനുള്ള റേഡിയോ തെറാപ്പി ഉപയോഗിക്കുന്ന ഹൈലി എനർജറ്റിക് ആയിട്ടുള്ള ഫ്രീക്വൻസി കൂടിയ ഗാമ റൈസ് വരെ ഒരു വലിയ നിര തന്നെ ഉണ്ട് ഇലക്ട്രോമാഗ്നറ്റിക് വേവ്സ്. അതിലൊരു ചെറിയ ഭാഗം മാത്രമേ കണ്ണുകൾക്ക് ഡിറ്റക്ട് ചെയ്യാൻ പറ്റൂ. അതിനാണ് നമ്മൾ വിസിബിൾ ലൈറ്റ് എന്ന് വിളിക്കുന്നത്, ദൃശ്യപ്രകാശം എന്ന് വിളിക്കുന്നത്. അതെങ്ങനെയാണ് നമ്മുടെ കണ്ണ് ഡിറ്റക്ട് ചെയ്യുന്നത്? നമ്മുടെ കണ്ണിൽ കുറെ സ്പെഷ്യലൈസ്ഡ് സെല്ലുകളുണ്ട്, കോശങ്ങളുണ്ട്. ഈ കോശങ്ങളുടെ പ്രത്യേകത അവയ്ക്ക് ലൈറ്റ് വീഴുമ്പോൾ അവയിലെ ഒരു പ്രത്യേക കെമിക്കൽ അതുമായിട്ട് പ്രതികരിക്കും, ആ പ്രകാശത്തിന്റെ എനർജി അബ്സോർബ് ചെയ്യും. അത് ഒരു സിഗ്നലായിട്ട് നമ്മുടെ ഒപ്റ്റിക് നെർവ് എന്ന് പറഞ്ഞ നെർവിലൂടെ ബ്രെയിനിലേക്ക് പോകും. ബ്രെയിൻ ഈ സിഗ്നലിനെ ഇന്റർപ്രറ്റ് ചെയ്ത്, ആ വാക്ക് ശ്രദ്ധിക്കുന്നത് ഇന്റർപ്രിട്ടേഷനാണ്, ആ സിഗ്നൽ ലൈറ്റ് കാഴ്ചയല്ല. ബ്രെയിൻ അതിനെ ഇന്റർപ്രറ്റ് ചെയ്യുന്ന കൂട്ടത്തിൽ കുറച്ച് ഈ പറഞ്ഞാൽ നമ്മൾ കേട്ട കഥ വേറെ അടുത്ത് പറയുമ്പോൾ നമ്മളുടേതായ ചില കടുകുറക്കലൊക്കെ ചേർത്തായിരിക്കും അവതരിപ്പിക്കുന്നത്. ബ്രെയിനിന്റേതായ ചില ഇന്റർപ്രിട്ടേഷൻസ് ഒക്കെ കാണും. അപ്പൊ ചിലത് ഇല്ലാത്തതായിരിക്കും, ചിലപ്പോൾ കുറച്ച് കയറ്റിയൊക്കെയായിരിക്കും പറയുന്നത്. അങ്ങനെയൊക്കെയുള്ള രീതിയിൽ ബ്രെയിനാണ് ഈ കാഴ്ച ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിന് ഈ ബ്രെയിൻ അകത്തേക്ക് കിട്ടുന്ന സിഗ്നലിൽ 2 കാര്യങ്ങളാണ് നോക്കുന്നത്. ഒന്ന്, വീഴുന്ന പ്രകാശം എത്ര തീവ്രമാണ്. 2, അതിനകത്തുള്ള ഫ്രീക്വൻസികൾ ഏതൊക്കെയാണ്. ഈ ഫ്രീക്വൻസികൾ വേർതിരിച്ചറിയണമെന്നുണ്ടെങ്കിൽ പല ഫ്രീക്വൻസിയുള്ള പ്രകാശത്തോട് പല രീതിയിൽ പ്രതികരിക്കുന്ന പലതരം കോശങ്ങൾ വേണം.
അങ്ങനെ 3 കോശങ്ങളുണ്ട്. അവയാണ് നമ്മൾ കോൺ സെൽസ് എന്ന് വിളിക്കുന്നത്. ഈ കോൺ സെൽസിൽ 3 ഫ്രീക്വൻസികളോടാണ് ഏറ്റവും നന്നായിട്ട് പ്രതികരിക്കുന്നത് എന്നുള്ളത് കൊണ്ടാണ് ആ 3 ഫ്രീക്വൻസികളെ നമ്മൾ പ്രൈമറി കളേഴ്സ് എന്ന് വിളിക്കുന്നത്. ആ 3 ഫ്രീക്വൻസികളാണ് നമ്മൾ ഈ റെഡ്, ബ്ലൂ, ഗ്രീൻ എന്ന് വിളിക്കുന്നത്. അവയ്ക്ക് കളറില്ല, അവരുടെ ഫ്രീക്വൻസി മാത്രമേ ഉള്ളൂ. നമ്മുടെ ബ്രെയിനാണ് കളർ ഉണ്ടാക്കുന്നത്. ഇതേ പ്രകാശം വേറൊരു ജീവിയുടെ കണ്ണിലാണ് വീഴുന്നെന്നുണ്ടെങ്കിൽ ഈ കളറൊന്നും അത് കാണുമെന്ന് യാതൊരു ഗ്യാരണ്ടിയും ഇല്ല. കാരണം ഈ കോശങ്ങളല്ല അവിടെ പ്രവർത്തിക്കുന്നത്. നമ്മൾ ഈ ചുവന്ന തുണി എടുത്ത് ഇളക്കി കഴിഞ്ഞാൽ കാള ആക്രമിക്കും. ഒരു സിനിമയുടെ മലയാള സിനിമയുടെ ക്ലൈമാക്സ് തന്നെ അതിന്റെ അടിസ്ഥാനത്തിലാണ് നിൽക്കുന്നത്. കാളയ്ക്ക് നിറഞ്ഞ തിരിച്ചറിയാനുള്ള കഴിവില്ല. ചുവന്ന നിറം കെട്ടി കഴിഞ്ഞാൽ നിങ്ങൾ ആലോചിച്ചു, നിങ്ങൾ രാവിലെ എണീറ്റ് വരുമ്പോഴത്തേക്ക് ഒരുത്തം ഫ്രണ്ടിൽ നിന്നൊരു ലുങ്കി ഇങ്ങനെ കുലുക്കുന്നു, നിങ്ങൾക്ക് എന്ത് തോന്നും? നിങ്ങൾക്ക് ദേഷ്യം വരും. അത് തന്നെയാണ് കാളയ്ക്ക് വരുന്നത്. ചുവന്ന നിറം ആയതുകൊണ്ടല്ല, ഇവനെന്തോ ഞാൻ ആരാണെന്ന് ഇങ്ങനെ ആയിരിക്കും കാള. എന്റെ ഒരു ഊഹം അതാണ്. ചുവന്ന നിറം കാണാൻ പറ്റത്തില്ല. ഒരു തുണിയിട്ട് കിടക്കുന്നതെന്തോ പ്രശ്നമുണ്ട്, ഇവൻ എനിക്കിട്ടെന്തോ വരികയാണ്, കാള വയലന്റ് ആയേക്കാം. അത് മാത്രമേ ഉള്ളൂ. പറഞ്ഞു തന്നത് നമ്മുടെ കണ്ണുകളുടെ പ്രത്യേകതയാണ് പ്രൈമറി കളേഴ്സ്, അല്ലാതെ കളേഴ്സിന്റെ പ്രത്യേകത അല്ല അവ പ്രൈമറി കളേഴ്സ് ആണ്. ഞാൻ പറഞ്ഞു തന്നത് ഇപ്പൊ ഇതിനകത്ത് ഫിസിക്സ്, ബയോളജി, കെമിസ്ട്രി ഇങ്ങനെ എല്ലാം ഉണ്ട്. ഈ ഫോട്ടോ ട്രാൻസ്ഡക്ഷൻ എന്ന് വിളിക്കുന്ന ഒരു പ്രോസസ്സാണ് അകത്തേക്ക് വരുന്ന ലൈറ്റിനെ ഒരു മിറർ സിഗ്നലാക്കി മാറ്റുന്നത്. അതിലൊരു ഓപ്സിൻസ് എന്ന് വിളിക്കുന്ന ചില പ്രത്യേകതരം മോളിക്യൂൾസ് ഈ ലൈറ്റിനോട് പ്രതികരിക്കുന്നുണ്ടാണ്. അതിന് ഫോട്ടോ കെമിസ്ട്രി എന്ന് പറഞ്ഞ ഏരിയയാണ്. അപ്പൊ ഇതിനകത്ത് കെമിസ്ട്രിയും ഫിസിക്സും ഒക്കെ ഉണ്ട്. ഈ 3 നിറങ്ങളുടെ അടിസ്ഥാനത്തിലാണ് നമ്മൾ ബാക്കി കളേഴ്സിനെ മനസ്സിലാക്കുന്നത് എന്ന് കണ്ടെത്തിയത് ജെയിംസ് ക്ലാർക്ക് മാക്സ്വെൽ എന്ന് വിളിക്കുന്ന ഒരു ഫിസിസിസ്റ്റാണ്. കണ്ണിന്റെ പ്രത്യേകത കണ്ടുപിടിക്കുന്നത്. അപ്പോൾ ചോദ്യം ഇതാണ്, നമ്മൾ എവിടെയാണ് ഈ ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഈ മതില് കെട്ടുന്നത് എന്നുള്ളതാണ്. നമുക്കങ്ങനെ മതില് കെട്ടാൻ പറ്റില്ല. അത് ഞാൻ എന്റെ ഒരു ഫേവറേറ്റ് ഉദാഹരണമാണ് ഈ മനുഷ്യൻ. അദ്ദേഹത്തിന്റെ പേര് വെങ്കിട്ടരാമൻ രാമകൃഷ്ണൻ, അല്ലെങ്കിൽ വെങ്കി രാമകൃഷ്ണൻ എന്നറിയപ്പെടുന്ന ഒരാളാണ്. പത്രങ്ങളിൽ ഇന്ത്യൻ ശാസ്ത്രജ്ഞൻ എന്ന് വിളിക്കും, ഇന്ത്യൻ ഒറിജിൻ സയന്റിസ്റ്റ് എന്ന് വിളിക്കുന്നതാണ് മാന്യമായ പ്രയോഗം. അദ്ദേഹത്തിന് ഇന്ത്യൻ സിറ്റിസൺഷിപ്പ് ഇല്ല. അപ്പോൾ ഈ ഹാസ് എ നോബൽ പ്രൈസ് ഇൻ കെമിസ്ട്രി. 2009 അദ്ദേഹത്തിന് കെമിസ്ട്രിയുടെ നോബൽ പ്രൈസ് കിട്ടുന്നത് ജീവകോശങ്ങൾക്കുള്ളിലുള്ള റൈബോസോംസ് എന്ന് പറയുന്ന സെൽ കമ്പോണന്റ് എങ്ങനെയാണ് പ്രോട്ടീൻ ഉണ്ടാക്കുന്നത് എന്ന് കണ്ടെത്തിയതിനാണ്. ആ രഹസ്യം മനസ്സിലാക്കിയെടുത്തതിനാണ്. ഭയങ്കര ക്രിട്ടിക്കലായിട്ടൊരു കണ്ടെത്തലാണ് ബയോളജി മനസ്സിലാക്കുന്നത്. പക്ഷെ അതൊരു കെമിസ്ട്രിയാണ് അദ്ദേഹം കണ്ടെത്തിയിരിക്കുന്നത്. അതുകൊണ്ട് അദ്ദേഹത്തിന് നോബൽ പ്രൈസ് കൊടുത്തിരിക്കുന്നത് കെമിസ്ട്രിയിലാണ്. റൈബോസോംസ് എന്ന് ചോദിച്ചാൽ സാധാരണ സ്കൂൾ വിദ്യാർത്ഥിയോട് ചോദിച്ചു കഴിഞ്ഞാൽ ബയോളജി ക്ലാസ്സിൽ പഠിക്കുന്ന കാര്യമാണ്. സെൽ കമ്പോണന്റ് ആണ്. ലിവിംഗ് സെല്ലിന്റെ അകത്താണ് റൈബോസോംസ് ഉള്ളത്. അതിനകത്ത് പ്രോട്ടീൻ എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് എന്നുള്ളതാണ് ഈ റൈബോസോംസിന്റെ പണി. അപ്പൊ ഈ റൈബോസോംസിന്റെ വർക്കിംഗ് കണ്ടുപിടിച്ചാൽ പുള്ളിക്ക് കെമിസ്ട്രി നോബൽ പ്രൈസ് കൊടുത്തു. പുള്ളിയുടെ വർക്ക് ബയോളജിയിലാണ്. ഈ പുള്ളിയുടെ ഫിസിക്സിലാണ് പുള്ളിയുടെ PhD എന്ന് പറയുന്നത്. തിയറട്ടിക്കൽ ഫിസിക്സിലാണ് അദ്ദേഹം PhD എടുത്തിരിക്കുന്നത്. ഇതൊരു ക്ലാസിക് എക്സാമ്പിളാണ്. ഒരാൾ പഠിക്കുന്ന വിഷയവും അയാൾ കോൺട്രിബ്യൂട്ട് ചെയ്യാൻ പോകുന്ന വിഷയവും തമ്മിൽ അങ്ങനെ പ്രത്യേകിച്ച് ഒരു ഭാഷ ഉണ്ടാകണം എന്ന് ഉണ്ടാകാം. അത് കൺവീനിയൻസ് മാത്രമാണ്. പക്ഷെ ഇത് ബേസിക്കലി നമ്മുടെ മുമ്പിൽ ഇതിനകത്ത് ഈ മതിലുകളില്ല. ഇതൊരു സയൻസ് എന്ന് പറയുന്ന ഒരു യൂണിഫൈഡ് എൻഡവർ എന്നാണ് പൊതുവെ വിളിക്കുന്നത്. ഒറ്റ സംഗതിയുള്ളത് കാര്യങ്ങൾ മനസ്സിലാക്കാനുള്ള ഒരു മാർഗമാണ്. റിലയബിൾ ആയിട്ട് മനസ്സിലാക്കാനുള്ളത്. അതായത് ലോകത്ത് ഒരുപാട് കാര്യങ്ങളുണ്ട്, ഒരുപാട് കാര്യങ്ങൾ ലോകത്തുണ്ട്. നമുക്ക് ഇതിനെക്കുറിച്ച് മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ നമ്മളെല്ലാവരും ഒരേ ലോകത്താണ് ജീവിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ ഒരേ കാര്യമാണ് മനസ്സിലാക്കേണ്ടത്. കാരണം ആ ലോകത്തെക്കുറിച്ചാണ് മനസ്സിലാക്കുന്നതെന്നുണ്ടെങ്കിൽ ഒരേ കാര്യമാണ് മനസ്സിലാക്കേണ്ടത്. അപ്പൊ അങ്ങനെയുള്ള അറിവുകളെ അല്ലെങ്കിൽ മനസ്സിലാക്കലിനാണ് നമ്മൾ ഒബ്ജക്റ്റീവ് അണ്ടർസ്റ്റാൻഡിംഗ് എന്ന് വിളിക്കുന്നത്. വസ്തുനിഷ്ഠമായിട്ടുള്ള അണ്ടർസ്റ്റാൻഡിങ്. മറ്റത് സബ്ജക്റ്റീവാണ്. ഓരോരുത്തർക്കും ഓരോ രീതിയിൽ പലരും പലതായി കാണും. മറ്റേ ആനയെ കണ്ട 4 അന്ധരുടെ കഥ നമ്മൾ പറയുമ്പോൾ നമ്മൾ ഈ സബ്ജക്റ്റിവിറ്റിയെ കുറിച്ചാണ് സംസാരിക്കുന്നത്. പക്ഷെ അത് ആനയാണ് എന്നൊരു ആന എന്ന് പറഞ്ഞ ജീവി ഒന്നു തന്നെയാണല്ലോ എല്ലാവരും. ആ ഒരു ഒബ്ജക്റ്റീവ് അണ്ടർസ്റ്റാൻഡിങ്ങിലേക്ക് പോകുന്നതിന് മനുഷ്യന് പല ശ്രമങ്ങളും നടത്തിയിട്ടുണ്ട്. ലോകം ഒന്നേ ഉള്ളൂ. ഇതാണ് നമ്മൾ അംഗീകരിക്കേണ്ട കാര്യം. നമ്മളെല്ലാവരും ജീവിക്കുന്ന ഒരേ ലോകമാണെങ്കിൽ നമുക്ക് എല്ലാവർക്കും ഒരേ യാഥാർത്ഥ്യമായിരിക്കണം. എനിക്കൊരു റിയാലിറ്റിയും മറ്റേയാളിന് വേറെ റിയാലിറ്റി എന്നാണ് ഒരാൾ പറയുന്നെങ്കിൽ അയാളുമായിട്ട് നമുക്ക് സംസാരിക്കാനേ ഒന്നുമില്ല. ഇറ്റ് ഈസ് ബിയോണ്ട് ഡിസ്കഷൻ. ഒരു ഡിസ്കഷനും അവിടെ സ്കോപ്പില്ല. ഒരേ ലോകമാണെങ്കിൽ യാഥാർത്ഥ്യം ഒന്നാണ്. അപ്പൊ അതിനെ വിശദീകരിക്കുന്ന അറിവും ഒന്ന് തന്നെ ആയിരിക്കും. അത് മനസ്സിലാക്കാനുള്ള ഏറ്റവും റിലയബിൾ ആയിട്ടുള്ള മാർഗം എന്ന് ചരിത്രം നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുള്ളത് സയൻസാണ്. വേറൊരു മാർഗത്തിലൂടെ നമ്മൾ അങ്ങനത്തെ അറിവിലേക്ക് എത്തിയിട്ടില്ല. സയൻസ് ഒരു ദിവസം രാവിലെ ഒരാൾ കണ്ടുപിടിച്ചതല്ല. മനുഷ്യന് സയൻസ് ഉണ്ടാകുന്നതിന് മുമ്പ് നമ്മൾ ലോകത്തെക്കുറിച്ച് ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ട്. അതിൽ പലതും ഒബ്ജക്റ്റീവ് ആയിരുന്നു, ചിലത് പക്ഷെ അത് ഒബ്ജക്റ്റീവ് അല്ലായിരുന്നു. പിന്നീട് തിരുത്തപ്പെട്ടു. അതുകൊണ്ട് സയൻസിന് മുമ്പുള്ള അറിവൊന്നും എല്ലാം സബ്ജക്റ്റീവാണ് എന്നല്ല പറഞ്ഞു വരുന്നത്. പക്ഷെ സയൻസ് മനസ്സിലാക്കിയതോടുകൂടി ഒരു അറിവ് ഉണ്ടാക്കാനുള്ള ഒരു മാർഗം എന്ന രീതിയിൽ നമ്മൾ അതിനെ മനസ്സിലാക്കുന്നതോടുകൂടി നമ്മൾ കണ്ടെത്തുന്നതിനുള്ള ലോകത്തെക്കുറിച്ച് മനസ്സിലാക്കുന്നതിനുള്ള സ്പീഡ് ഭയങ്കരമായിട്ട് കൂടി. അത് നമ്മളുടെ ടെക്നോളജിക്കൽ ഇന്നോവേഷൻസ് ആയാലും ലോകത്തെക്കുറിച്ചുള്ള നമ്മൾ അണ്ടർസ്റ്റാൻഡിങ് ആയാലും ഈ സയൻസ് ഉണ്ടാകുന്ന ഒരു 16th സെഞ്ചുറിക്ക് ശേഷം 1540കളിലാണ്
സയന്റിഫിക് റവല്യൂഷൻ തുടങ്ങിയതായിട്ട് നമ്മൾ ഇന്ന് കണക്കാക്കുന്നത്. അപ്പൊ അതിനുശേഷമുള്ള നമ്മുടെ ഡിസ്കവറീസിന്റെയും ഇൻവെൻഷൻസിന്റെയും സ്പീഡ് നോക്കിയാൽ അടുത്തടുത്താണ് വലിയ ടെക്നോളജിക്കൽ റവല്യൂഷൻസ് ഉണ്ടായിട്ടുള്ളത്. അതിന് പിന്നിൽ ഇതിനൊരു വലിയ പങ്കുണ്ട്. പക്ഷെ ഇത് ലോകത്തെക്കുറിച്ചുള്ള അറിവ് കൂടുന്തോറും നമ്മളിപ്പോൾ നോക്കിയാൽ ഏത് വിഷയം പഠിച്ചാലും ആ വിഷയത്തിന്റെ ചരിത്രം തുടങ്ങുമ്പോൾ ചിലപ്പോൾ അരിസ്റ്റോട്ടലിനെ കുറിച്ച് പറഞ്ഞിരിക്കും തുടങ്ങും. അപ്പൊ നമുക്കൊരു സംശയം വരും. നമ്മൾ എക്കണോമിക്സ് ക്ലാസ്സിലും പറയും അരിസ്റ്റോട്ടിൽ പറഞ്ഞിട്ടുണ്ട്, ബയോളജി ക്ലാസ്സിലും പറയും അരിസ്റ്റോട്ടിൽ. ശരിക്കും അരിസ്റ്റോട്ടിൽ ആരാണ്? ബയോളജിസ്റ്റ് ആണോ എക്കണോമിസ്റ്റ് ആണോ എന്നൊരു സംശയം വരും. അന്ന് ഈ വേർതിരിവില്ല. അന്ന് ഈ ലോകത്തെക്കുറിച്ച് അറിയാവുന്ന കാര്യങ്ങളെല്ലാം കൂടെ വളരെ കുറച്ചേ ഉള്ളൂ. ഈ മനുഷ്യരുടെ എല്ലാം പ്രത്യേകത എന്ന് പറയുന്നത് ഇവരെല്ലാം ലോകത്തെക്കുറിച്ച് അറിയാൻ ശ്രമിച്ചവരാണ്. അവരതിനകത്ത് വേർതിരിവാണ്. ഇപ്പം ഐസക് ന്യൂട്ടൺ ഫാദർ ഓഫ് മോഡേൺ ഫിസിക്സ് എന്ന് വിളിക്കുമ്പോഴത്തേക്കും പുള്ളിക്ക് BSc ഫിസിക്സോ MSc ഫിസിക്സോ ഒക്കെ ഒരു ഡിഗ്രി ഒന്നുമില്ല. അതൊക്കെ പിന്നീട് അതിന് ശേഷമാണ് ഫിസിക്സ് എന്ന സംഗതിയൊക്കെ പേരിട്ട് വിളിക്കേണ്ടി വരുന്നത്. ഈ ലോകത്തെ മനസ്സിലാക്കാനുള്ള ശ്രമത്തിനിടയിൽ അറിവ് വലുതായി വന്നപ്പോൾ ഈ അറിവ് എല്ലാവർക്കും കൂടെ ഒരാൾക്ക് ആക്സസിബിൾ അല്ലാത്ത വിധം വലുതായി. അപ്പൊ ഓരോരുത്തരും അവരവരുടെ ഇൻട്രസ്റ്റ് ഉള്ള ഏരിയയിലേക്ക് കൂടുതൽ ആഴത്തിൽ പഠിക്കാൻ ശ്രമിച്ചു. അപ്പൊ ആ ഏരിയക്ക് ഒരു പേര് വേണ്ടി വന്നു. അങ്ങനെയാണ് ഈ പേരുകളെല്ലാം ഉണ്ടാകുന്നത്. ഇന്ന് നമ്മൾ ഈ പല പേരിൽ അറിയപ്പെടുന്ന വിഷയങ്ങൾക്കെല്ലാം ഒരു ഹയറാർക്കി നമുക്ക് കാണാൻ പറ്റും. ഹയറാർക്കി എന്ന് പറയുന്നത് ഒരു സോഷ്യൽ ഹയറാർക്കി അല്ല, ആ ഐഡിയയുടെ ഒരു ഹയറാർക്കിയാണ്. അതായത് നമ്മളിപ്പോ കാര്യങ്ങൾ സ്ഥിതി ചെയ്യുന്ന വലിപ്പത്തിന്റെ സ്കെയിൽ നോക്കുകയാണെങ്കിൽ ഏറ്റവും താഴെ ദ്രവ്യം ഉണ്ടാക്കിയിരിക്കുന്ന ആറ്റങ്ങളുടെ ന്യൂക്ലിയസിന്റെ നടുക്കിരിക്കുന്ന ചെറിയ സബാറ്റമിക് പാർട്ടിക്കിൾസ് അല്ലെങ്കിൽ ഫണ്ടമെന്റൽ പാർട്ടിക്കിൾസ്. അപ്പൊ അവിടെയൊക്കെ ഫിസിക്സ് ആണ് കൈകാര്യം ചെയ്യുന്നത്. നമ്മൾ ഫിസിക്സ് ആണ് ആ ഏരിയയെ കുറിച്ച് സംസാരിക്കുന്നത്. തൊട്ട് മുകളിലേക്ക് അപ്പൊ നമ്മൾ അവരെ തൊട്ട് മുകളിൽ ഈ ഫിസിക്സ് കൈകാര്യം ചെയ്യുമ്പോൾ മെറ്റീരിയലിലാണ് സംസാരിക്കുന്നത്. പക്ഷെ ആ അറിവ് കൈകാര്യം ചെയ്യാൻ നമുക്കൊരു ഫണ്ടമെന്റൽ ഫ്രെയിംവർക്ക് ആവശ്യമുണ്ട്. നമുക്ക് ലോജിക് ഇല്ലാത്ത സയൻസ് ഇല്ല. എന്തുകൊണ്ടോ ലോജിക്ക് ഫോർമലായിട്ട് പഠിപ്പിക്കുക എന്ന് പറഞ്ഞാൽ ഇച്ചിരി ടഫ് ആയതുകൊണ്ട് നമ്മളുടെ സ്കൂളിലെങ്കിലും സയൻസ് കരിക്കുലത്തിന്റെ ഭാഗമായിട്ട് നമ്മൾ ലോജിക്ക് പഠിക്കുന്നില്ല. നമ്മുടെ ചർച്ച കണ്ട ലോജിക്ക് നമുക്ക് താനേ വരുന്നൊരു സാധനമാണ് എന്ന മട്ടിലാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത്. അങ്ങനെ വരികയില്ല. നമ്മുടെ താനേ വരുന്ന ലോജിക്ക് എല്ലാം ലോജിക്കൽ ഫാലസികളാണ്. നമ്മളെല്ലാം വൈകല്യങ്ങളാണ്. അല്ലെങ്കിൽ ചിന്താപക്ഷപാതം എന്നൊക്കെ വിളിക്കുന്ന രീതിയിൽ നമ്മൾ വികലമായ ലോജിക്കുകളാണ് എപ്പോഴും പ്രയോഗിക്കുക. ലോജിക്ക് അതിന്റെ രീതി പഠിക്കേണ്ടതുണ്ട്. അത് വലിയ ബ്രാഞ്ചാണ്. ചെറിയ ക്ലാസ് പഠിപ്പിക്കാൻ ബുദ്ധിമുട്ടായിരിക്കും ഉള്ളതുകൊണ്ടായിരിക്കാം. പക്ഷെ നമ്മുടെ കരിക്കുലത്തിൽ ലോജിക്ക് അതുപോലെ പഠിപ്പിക്കുന്നില്ല. ലോജിക്ക് മാത്തമാറ്റിക്സുമാണ് ഇതിന്റെ ഫോർമൽ സയൻസ് എന്ന് വിളിക്കുന്നത്. എല്ലാ സയൻസുകളും പഠിക്കുന്നുണ്ട്. ഇത് രണ്ടിന്റെ ബലത്തിൽ നിൽക്കും. പല ആളുകളും മാത്തമാറ്റിക്സ് പഠിക്കേണ്ടെന്നുള്ളത് നമ്മുടെ നാട്ടിൽ ബയോളജി എടുക്കുന്നുണ്ട്. അത് ബയോളജി നേരെ പഠിക്കാൻ പോയി കഴിഞ്ഞാൽ മനസ്സിലാവും. മാത്തമാറ്റിക്സ് കൂടെ അറിഞ്ഞാലേ അത് മനസ്സിലാവുന്നു. അത് വേറൊരു കാര്യം. ഇത് നമ്മുടെ പരക്കെ നിൽക്കുന്ന ധാരണകളിൽ ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. അത് വെൻ സയൻസ് ലീവ്സ് ദ ക്ലാസ് റൂം, ആ സബ്ജക്ട് ഞാൻ ഓർമ്മിപ്പിക്കുന്നത് അതുകൊണ്ടാണ്. ഇപ്പോൾ ക്ലാസ് റൂമിൽ പുറത്തിറങ്ങുമ്പോൾ നമുക്ക് മനസ്സിലാവും പല കാര്യങ്ങളും അങ്ങനെയല്ല നിൽക്കുന്നത്. അപ്പൊ ഈ ഫോർമൽ സയൻസസ് മാത്തമാറ്റിക്കൽ ലോജിക്കുമാണ്. അതിന്റെ മുകളിൽ ഫിസിക്സ്, സബാറ്റമിക് പാർട്ടിക്കിൾ, ആറ്റങ്ങൾ എങ്ങനെയാണ് കൂടിച്ചേർന്ന് തന്മാത്രകളാകുന്നത് എന്ന് ചോദിക്കുമ്പോൾ തന്മാത്രകൾ പരസ്പരം റിയാക്ട് ചെയ്ത് പുതിയ തന്മാത്രകളായിട്ട് മാറുന്നത് എങ്ങനെ, ഇങ്ങനെയൊക്കെയുള്ള ചോദ്യങ്ങൾക്ക് ഉത്തരം കണ്ടെത്തുന്നത് കെമിസ്ട്രി എന്ന് പറഞ്ഞ ഏരിയയാണ്. ഇത് രണ്ടിനും കൂടെ ചേർത്ത് നമ്മൾ ഫിസിക്കൽ സയൻസസ് എന്ന് വിളിക്കും. ഇതിൽ ചില കെമിക്കൽ മോളിക്യൂൾസിന് സ്വയം റെപ്ലിക്കേറ്റ് ചെയ്യാനുള്ള കഴിവുണ്ട്. ലൈഫ് എന്ന് പറയുന്ന ഒരു പ്രോപ്പർട്ടിയിലേക്ക് നയിക്കാൻ കഴിയും. അപ്പോൾ ലൈഫുമായിട്ട് നേരിട്ട് ഇടപെടുന്ന കെമിക്കൽസിനെ കുറിച്ച് മാത്രം പഠിക്കുന്ന ഒരു ഏരിയ അത് ബയോ കെമിസ്ട്രി ആവും. എന്നിൽ തന്നെ ലൈഫിലേക്ക് വന്നു കഴിഞ്ഞാൽ പിന്നെ അത് ബയോളജി ആയിട്ട് മാറും. അതിൽ തന്നെ നമ്മൾ പ്ലാന്റ്സിനെ കുറിച്ചോ ആനിമൽസിനെ കുറിച്ചോ ഒക്കെ അപ്പൊ അതിനനുസരിച്ച് നമ്മൾ സുവോളജി ബോട്ടണി പറഞ്ഞ് വേർതിരിവ് വരും. ഇനി ഈ ലൈഫ് ലിവിങ് വേൾഡിൽ ഉള്ള ഒരു ലൈഫ് ഫോമാണ് ശരിക്കും നമ്മളെല്ലാം അഹങ്കാരത്തോടുകൂടി മനുഷ്യവംശം എന്നൊക്കെ വിളിക്കുന്ന ഈ ഹോമോസാപ്പിയൻസ്. അപ്പൊ ഈ ഹോമോസാപ്പിയൻസിന്റെ പ്രത്യേകതകളെ കുറിച്ച് സംസാരിക്കുമ്പോഴത്തേക്കാണ് നമ്മളെങ്ങനെയാണ് സോഷ്യൽ ആനിമൽസ് എന്ന രീതിയിൽ ഇങ്ങനെ പുരോഗമിച്ചത്. അപ്പൊ നമുക്ക് സോഷ്യൽ സയൻസ് വരും. നമ്മുടെ സൊസൈറ്റി എന്തുകൊണ്ടാണ് ഇങ്ങനെ വർക്ക് ചെയ്യുന്നുള്ള ചോദ്യത്തിന് ഉത്തരം വരുമ്പോഴത്തേക്കും അതിൽ മനുഷ്യൻ എന്ന് പറയുന്ന ജീവിയുടെ മാനസികമായിട്ടുള്ള താല്പര്യങ്ങൾ എന്തൊക്കെയാണ് നമുക്ക് വേണ്ടത്, എന്തൊക്കെയാണ് നമ്മൾ ഒഴിവാക്കാൻ ശ്രമിക്കുന്നത്, നമ്മുടെ സൈക്കോളജി അതിനകത്ത് വരും. അപ്പൊ അങ്ങനെ സൈക്കോളജിയും സോഷ്യോളജിയും ഒക്കെ സോഷ്യൽ സയൻസസ് ആയിട്ട് മാറും. പിന്നെ ബാക്കിയെല്ലാം നമ്മുടെ അഭ്യാസങ്ങളാണ്. മനുഷ്യർ അങ്ങോട്ടും ഇങ്ങോട്ടും കച്ചവടം ചെയ്യുന്ന എങ്ങനെ പറയുമ്പോഴത്തേക്കും നമുക്ക് എക്കണോമിക്സും കോമേഴ്സും ഒക്കെ വരും. ഇതെല്ലാം അൾട്ടിമേറ്റ്ലി ഒരൊറ്റ ലോകത്ത് നടക്കുന്ന ഒറ്റ വിഷയം തന്നെയാണ്. അതിന്റെ പല ആസ്പെക്റ്റിൽ നമ്മൾ ശ്രദ്ധ കേന്ദ്രീകരിക്കുമ്പോൾ നമ്മൾ അതിന് പല പേരിട്ട് വിളിക്കുന്നതേ ഉള്ളൂ. അപ്പൊ അതുകൊണ്ട് നാച്ചുറൽ സയൻസ് ഉണ്ട്. മനുഷ്യന് ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും ഒരുപോലെ വർക്ക് ചെയ്യുന്നത് നാച്ചുറൽ സയൻസ്. മനുഷ്യരെ ഇങ്ങനെ ആയതുകൊണ്ട് മാത്രം വർക്ക് ചെയ്യുന്ന കാര്യങ്ങളാണ് സോഷ്യൽ സയൻസസ് ആയിട്ടുള്ളത്. മനുഷ്യന്റെ സ്വഭാവങ്ങളാണ് സൊസൈറ്റി ഇങ്ങനെ വർക്ക് ചെയ്യുന്നതിന് കാരണമായിട്ട് മാറിയത് എന്നുള്ള അസംഷനിലാണ് അതങ്ങനെ വരുന്നത്. അപ്പൊ ഇതിന്റെ ഒരു ടേക്ക് അവേ എന്ന് പറയുന്നത് സയൻസിനും നമുക്ക് അതിര് കൽപ്പിക്കാൻ പറ്റുന്നത് ഒറ്റ സാധനമാണ്. ഏതെങ്കിലും ഒരു നിയമത്തെ കോൺട്രഡിക്ട് ചെയ്യുന്ന ഒന്നും ഫിസിക്സ് കാണത്തില്ല. ഫിസിക്സിൽ ഒരു നിയമത്തെ കോൺട്രഡിക്ട് ചെയ്യുന്ന ഒന്നും കെമിസ്ട്രിയിലും കാണാൻ പറ്റില്ല. ഇതെല്ലാം പരസ്പരം ഒരു പൊരുത്തത്തിൽ കൊണ്ടുപോകേണ്ട കാര്യമാണ്. നമ്മുടെ നാട്ടിൽ ചർച്ച ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഇതൊരു വലിയ ലാക്കാണ്. അതായത് ആളുകൾ ഇത് അംഗീകരിക്കത്തില്ല. ഉദാഹരണത്തിന് ഒരു പാരന്റൽ ഡിസ്പ്യൂട്ട് വന്നു കഴിഞ്ഞാൽ ഒരു 30 കൊല്ലം മുമ്പാണെന്നുണ്ടെങ്കിൽ നമ്മുടെ സിനിമയിലെ കഥകൾ നോക്കിക്കഴിഞ്ഞാൽ പാരന്റൽ ഡിസ്പ്യൂട്ട് നമുക്ക് അത് വെച്ച് 5 സിനിമ ഉണ്ടാക്കാം.
ഇപ്പൊ അങ്ങനെ സിനിമ ഉണ്ടാക്കാൻ പറ്റില്ല, ഒറ്റ ടെസ്റ്റ് മതി. സോ ഐ വുഡ് സേ ദാറ്റ് DNA ടെസ്റ്റ് വാസ് എ സ്റ്റോറി കില്ലർ. ഒരുപാട് കഥകൾ ഇല്ലാതാകുന്നതിന് കാരണം DNA ടെസ്റ്റ്. എന്തിനാ തർക്കിക്കുന്നത്? മംഗലശ്ശേരി നീലകണ്ഠൻ, ഞാൻ ഓർമ്മിപ്പിക്കും, അദ്ദേഹത്തിന്റെ അസ്തിത്വ പ്രശ്നം നിൽക്കുന്നത് തന്നെ ഇതിലാണ്. അമ്മ ആരെ ചൂണ്ടി മകനെന്ന് അല്ല അച്ഛനെന്ന് പറയുന്നു, അതാണ് മക്കൾക്ക് അച്ഛൻ എന്നാണ് പറയുന്നത്. അല്ല, DNA ഏത് അച്ഛനെയാണോ ചൂണ്ടുന്നത് അതാണ് അച്ഛൻ. ഞാൻ അമ്മ മാറ്റി പറഞ്ഞാൽ അത് തന്നെയാണ് അച്ഛൻ. അപ്പോ ചില ആളുകൾ ഇന്ന് ആരും അതിനെ തർക്കിക്കുന്നില്ല. ഇന്ന് പാരലൽ ഡിസ്പ്യൂട്ടിൽ ഇടപെടുന്ന ഒരാൾ പോലും DNA ടെസ്റ്റ് വേണ്ടെന്ന് അറിയില്ല. DNA ടെസ്റ്റ് നടത്തി തീരുമാനമാക്കണം എന്ന് പറയും. ഇതേ DNA തന്നെയാണ് എവല്യൂഷന്റെ കാരണം. അത് പറ്റില്ല, നമ്മുടെ താല്പര്യത്തിനനുസരിച്ചാണ് അങ്ങനെ എടുക്കാൻ പറ്റില്ല. ഇത് ഒറ്റ പാക്കേജാണ്. നമ്മൾ കടയിൽ TV വാങ്ങുമ്പോൾ എനിക്ക് ഡിസ്പ്ലേ മാത്രം മതി, വോളിയം നിങ്ങൾ വെച്ചോ, അങ്ങനെ പറയാൻ പറ്റില്ല. ഒറ്റ ഇങ്ങനെ എടുക്കണം. സോ ദിസ് ഇസ് എ യൂണിഫൈഡ് ഇന്ത്യ. ഇനി ഈ ക്ലാസ് റൂമിന് വെളിയിലേക്ക് വരുമ്പോൾ ചില തെറ്റിദ്ധാരണകളാണ് നമ്മൾ സമീപിക്കുന്നത്. നമ്മൾ ക്ലാസ്സിൽ പഠിച്ച സയൻസ് വെളിയിൽ കാണുന്നില്ല. സോഷ്യൽ മീഡിയയിലെ വളരെ പ്രധാനപ്പെട്ട ഒരു രോദനം എന്ന് പറഞ്ഞാൽ, ഞാനിതൊക്കെ എന്തിനു വേണ്ടിയാണോ എന്തോ പഠിച്ചത്, എന്തിനു വേണ്ടിയാണോ എന്തോ സൈൻ തീറ്റ കോസ് തീറ്റ ഞാൻ പഠിച്ചു, ഞാൻ എന്താണ് പോളിനോമിയൽസ് പഠിച്ചു, ദ്വിമാന സമവാക്യത്തിന്റെ സാമാന്യ രൂപം പഠിച്ചു, എന്തിനാണോ എന്തോ. റേഷൻ കടയിൽ ചെന്നിട്ട് ചേട്ടാ 1 കിലോ പഞ്ചസാര, ഞാൻ ദ്വിമാന സമവാക്യം എങ്ങനെയാണ് സോൾവ് ചെയ്യുന്നതെന്ന് പറഞ്ഞു തരാം, എടുത്തോട്ട് പോടാൻ പറയും, പൈസ വയ്ക്കണം. അല്ലാതെ ഇത് പഠിച്ചുകൊണ്ടെന്ന് ഇതറിയാവുന്ന ആളിന് മറ്റേ കോൾഗേറ്റിന്റെ പേസ്റ്റിനോട് 25% എക്സ്ട്രാ കിട്ടുന്ന പോലെ ഒരു ഓഫറും ഇല്ല. പിന്നെ എന്തിനാണ് ഇത് പഠിച്ചത്? ഈ ചോദ്യം ഈ അഡ്രസ് ചെയ്യാനാണ് നമ്മൾ ശ്രമിക്കുന്നത്. ഇത് വളരെ പ്രധാനപ്പെട്ട, എല്ലാവരും പരിചയപ്പെട്ടിട്ടുള്ള ഒരു നിയമമാണ് സ്കൂളിൽ, സെക്കൻഡ് ലോ ഓഫ് മോഷൻ. ന്യൂട്ടൺ മലയാളം മീഡിയത്തിൽ പഠിച്ചവർക്കായി 2ാം ചലന നിയമം എന്ന് വിളിക്കും. അതിന് ഇംഗ്ലീഷിൽ ഇങ്ങനെയാണ് പറയുക: ദ റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് മൊമെന്റം ഓഫ് എ ബോഡി ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ദ ഫോഴ്സ് അപ്ലൈഡ് ആൻഡ് ദിസ് ചേഞ്ച് ഇൻ മൊമെന്റം ടേക്സ് പ്ലേസ് ഇൻ ദ ഡിറക്ഷൻ ഓഫ് ദ അപ്ലൈഡ് ഫോഴ്സ്. ഇതാണ് നിയമം. മലയാളത്തിൽ പറഞ്ഞാൽ, ഒരു വസ്തുവിനുണ്ടാകുന്ന ആക്ക വ്യത്യാസത്തിന്റെ നിരക്ക് അതിന്മേൽ പ്രയോഗിക്കപ്പെടുന്ന ബാഹ്യബലത്തിന് നേരനുപാതത്തിലും ആക്ക വ്യത്യാസം സംഭവിക്കുന്നത് ആ ബലത്തിന്റെ ദിശയിലുമായിരിക്കും എന്നാണ്. ഇത് മലയാളം മീഡിയത്തിൽ പഠിച്ചിറങ്ങുന്ന കുട്ടിയാണെങ്കിൽ മലയാളത്തിൽ, ഇംഗ്ലീഷ് മീഡിയത്തിൽ പഠിച്ചിറങ്ങുന്ന കുട്ടിയാണെങ്കിൽ ഇംഗ്ലീഷിൽ. ഇങ്ങനെ കട്ടുകിട വ്യത്യാസമില്ലാതെ ഇങ്ങനെ ഉരുവിട്ട് കേൾപ്പിക്കും. ടീച്ചർ ഹാപ്പി, കുട്ടി ഹാപ്പി. ഇക്വേഷനുണ്ട് F=ma. F എന്ന് പറയുന്ന ഫോഴ്സ് ആണെങ്കിൽ M എന്ന് പറയുന്നത് മാസ്, A അതിന്റെ ആക്സിലറേഷൻ. ആക്സിലറേഷൻ റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് വെലോസിറ്റി. വെലോസിറ്റി എന്ന് പറഞ്ഞാൽ റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ഡിസ്പ്ലേസ്മെന്റ്. ഇങ്ങനെയൊക്കെ നമ്മൾ പറയും. ഇപ്പൊ ഒരു കുട്ടിക്ക് പ്രോബ്ലം ഇട്ട് കൊടുക്കുക, മോനെ 30 കിലോ ഭാരമുള്ള ഒരു വസ്തുവിൽ 60 ന്യൂട്ടൺ ബലം പ്രയോഗിച്ചാൽ ആ വസ്തുവിന് എത്ര ആക്സിലറേഷൻ ഉണ്ടാവും? കുട്ടി നോക്കുമ്പോൾ F=60 ന്യൂട്ടൺ, M=30 കിലോഗ്രാം, A എന്ന് പറഞ്ഞാൽ F/m. സിമ്പിൾ ഇക്വേഷൻ ആണ്. 2 m/s². ഇതുവരെ ഓക്കെ, പ്രശ്നമൊന്നുമില്ല. ഇതെന്താണ്? ഇത് ക്ലാസ് റൂമാണ്. ആൻഡ് വെൻ ദിസ് ലോ ലീവ്സ് ദ ക്ലാസ് റൂം, 30 കിലോ ഭാരമുള്ള ഒരു പട്ടി, നടന്നു വരുന്ന ഒരു പയ്യൻ, ഒരു 60 ന്യൂട്ടൺ ഫോഴ്സ് ഈ പട്ടിയുടെ മേഘത്തോട്ട് പ്രയോഗിക്കുകയാണ്. ഈ പട്ടിയുടെ ആക്സിലറേഷൻ എത്രയാണ്? ഇക്വേഷൻ സേസ് 2 m/s². എന്ന് വെച്ചാൽ ആ പട്ടി ഒരു സെക്കൻഡിൽ 2 m/s വെലോസിറ്റി മാറുന്ന നിരക്കിൽ സ്ട്രൈറ്റ് ലൈനിൽ പോകണം. നിങ്ങൾ ഇത് എക്സ്പെക്ട് ചെയ്യുന്നുണ്ട് അത് 2 m/s² ആയിരിക്കുമെന്നോ സ്ട്രൈറ്റ് ലൈനിൽ പോകുമെന്നോ പ്രതീക്ഷിക്കാൻ എന്തെങ്കിലും കാരണം ഉണ്ടോ? അങ്ങനെ ആരെങ്കിലും പ്രതീക്ഷിക്കുന്നുണ്ടെങ്കിൽ അവര് സെപ്പറേറ്റ് ആയിട്ട് നമുക്കൊന്ന് കാണണം. വേറെ ആരും കോൺഫിഡൻസ് ആരും കാണാൻ വരില്ല. ദിസ് ഇസ് വെൽ നോൺ. പ്രശ്നം ഇതാണ്. എന്താണ് ആ പ്രശ്നം? ഈ 2 സിറ്റുവേഷനും തമ്മിൽ ഒരു പൊരുത്തക്കേടുണ്ട്. ഈ പൊരുത്തക്കേടിന് പല കാരണങ്ങളുണ്ടാകാം. ഒന്നുകിൽ ന്യൂട്ടൺസ് ലോ തെറ്റാവാം, അല്ലെങ്കിൽ ന്യൂട്ടൺസ് ലോ പട്ടിയെ ചവിട്ടുന്ന കാര്യത്തിൽ ആപ്ലിക്കബിൾ ആയിരിക്കില്ല. നമ്മൾ ഈ മറ്റേ 30% വിലക്കുറവ് സ്റ്റാർ കണ്ടീഷൻ സപ്ലൈ, ന്യൂട്ടൺസ് ലോ പഠിച്ചതിന്റെ സൈഡിൽ എവിടെയെങ്കിലും സ്റ്റാർ ഇട്ടിട്ട് എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? ഈ കാര്യങ്ങൾ പട്ടിയെ തൊഴിക്കുന്ന കാര്യത്തിലോ അങ്ങനെ എക്സെപ്ഷൻസ് ഒന്നും പറയുന്നുമില്ല. എന്നിട്ടും നമ്മുടെ കുട്ടികൾക്ക് ഇതിൽ ഒരു പരാതിയുമില്ല. ഇതാണ് എന്നെ അലട്ടുന്ന പ്രശ്നം. ഇതാണ് നമ്മുടെ ടീച്ചേഴ്സിനെ സംരക്ഷിക്കുന്ന പ്രശ്നം. ഇത് ഈ കുട്ടി ചോദിച്ചാൽ പെട്ടു.
പക്ഷെ നമ്മളത് കണ്ടീഷൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. അയ്യോ ഇതൊന്നും അങ്ങനെ ചിന്തിക്കാനുള്ളതല്ല. ഇത് എഴുതുക, ഇത് വായിക്കുക, അത് പരീക്ഷയ്ക്ക് ചോദിച്ചാൽ എഴുതുക. അത് പരീക്ഷയ്ക്ക് ചോദിക്കാതെ ഇങ്ങനെ എഴുതാൻ പറ്റാത്ത എന്തെങ്കിലും ചോദിച്ചാൽ നമുക്ക് പിറ്റേന്ന് പത്രത്തിൽ എഴുതാം. എന്താണ്? നമ്മുടെ കുട്ടികളെ വരച്ച് ഫിസിക്സ് എക്സാം ക്വസ്റ്റ്യൻ ഉണ്ടാക്കിയ ആള് കുട്ടിയെ വരച്ചു. ആരുടെ തെറ്റ്? നിങ്ങൾ ശ്രദ്ധിക്കണം ആ വാർത്ത. കുട്ടികളെ വലച്ചു എന്ന് പറഞ്ഞാൽ അതൊരു ക്രിയയാണ്. വലയ്ക്കുക, അതിനൊരു കർത്താവുണ്ട്. ആരാണ്? ക്വസ്റ്റ്യൻ ഇട്ട ആള്. ആ കർമ്മം എന്ന് പറഞ്ഞാൽ കുട്ടികളെ വലയ്ക്കുക എന്ന് പറഞ്ഞാൽ ശിവ പാപം. അപ്പൊ അവര് തെറ്റ് സംഭവിച്ചിരിക്കും. തെറ്റ് ചെയ്ത ആളാണ് ആ ക്വസ്റ്റ്യൻ ചോദിച്ച ആൾ. അയാൾ ചെയ്ത തെറ്റെന്താണ്? കൊച്ചിന്റെ അടുത്ത് ഈ പ്രിപ്പയർ ചെയ്ത ആൻസറിന് പകരം ചിന്തിച്ചെഴുതാവുന്ന ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചു. പാടില്ല. ഇതാണ് നമ്മൾ പഠിപ്പിക്കുന്ന പാഠം. ഇതാണ് കിട്ടുന്ന പാഠം. അപ്പൊ ഇവിടുത്തെ ഈ ചോദ്യത്തിന്റെ ഈ പ്രോബ്ലത്തിലേക്ക് ഒന്നും അറിയാം. ഇത് സ്പെസിഫിക് ക്വസ്റ്റ്യൻ ആണ്. ഇവിടെ ഫിസിക്സ് അല്ല നമ്മൾ പഠിക്കാൻ പോകുന്നത്. ഇത് പഠിക്കുമ്പോ നമ്മള് ക്ലാസ് മുറിയിൽ പഠിക്കുന്നതും റിയൽ ലൈഫിൽ നടക്കുന്നതും തമ്മിൽ ഒരു ക്ലിയർ മിസ്മാച്ച്. പക്ഷെ ക്ലാസ് മുറിയിൽ പഠിക്കുന്നതിന് പുറം ലോകത്ത് നടക്കുന്നതായിട്ട് ഒരു ബന്ധവുമില്ല എന്ന് നമ്മൾ കൺവിൻസ്ഡ് ആയതുകൊണ്ടാണ് നമുക്ക് ഇതിനകത്ത് പ്രത്യേകിച്ച് പ്രശ്നമൊന്നും തോന്നാത്തത്. ഇങ്ങനെയാണ് നമ്മൾ സയൻസ് പഠിക്കുന്നതെന്നുണ്ടെങ്കിൽ നമുക്ക് സയന്റിഫിക് ടെമ്പർ ഉണ്ടായാലല്ലേ അത്ഭുതം. ആണോ? അല്ല. സയന്റിഫിക് ടെമ്പർ ഇല്ല എന്ന് പറയുന്നതിനകത്ത് അത്ഭുതമൊന്നുമില്ല. നമുക്ക് വേണമെങ്കിൽ ഉണ്ടാകാവുന്ന വികാരം വിഷമമാണ്. ഒരുപാട് പേര് അത്ഭുതത്തോടെ ചോദിക്കാറുണ്ട്, ഇത്രയൊക്കെ വിദ്യാഭ്യാസം നേടിയിട്ട് നമ്മുടെ ആളുകൾ എന്തുകൊണ്ടാണ് അന്ധവിശ്വാസികളെന്ന്. അതിനകത്ത് ഒരു അത്ഭുതവും ഇല്ല. അത്ഭുതം ഇല്ലാതാകുന്നത് അന്ധവിശ്വാസം വർക്ക് ചെയ്യുന്നത് റിയൽ ലൈഫിലാണ്, സയൻസ് പഠിക്കുന്നത് ക്ലാസ്സിലാണ്. ഇത് തമ്മിൽ ഒരു ബന്ധമില്ല. ആ ക്ലാസ് റൂമിൽ നടക്കുന്നതെല്ലാം ആർട്ടിഫിഷ്യലാണ്. സ്വാഭാവികമായിട്ട് ഇവിടെ ഇരിക്കുന്നവരെല്ലാവരും ഒരേ ഡ്രസ്സാണ് ഇട്ടേക്കുന്നത് അല്ല. പക്ഷെ ഒരു ക്ലാസ് റൂമിൽ ഇരിക്കുന്ന എല്ലാ കുട്ടികളും ഒരേ ഡ്രസ്സാണ് ഇട്ടേക്കുന്നത്. ഇതൊരു സ്വാഭാവിക ഓഡിയൻസ് ആണ്. അത് നമ്മൾ ട്യൂൺ ചെയ്തെടുക്കുന്ന ഓഡിയൻസ് ആണ്. അത് ആർട്ടിഫിഷ്യലാണ്. ടീച്ചർ പഠിപ്പിക്കുന്നത് കുട്ടിക്ക് അപ്പൊ ഗുണമുള്ള ഒരു കാര്യമല്ല. 1ാം ക്ലാസ് പഠിപ്പിക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്? അക്ഷരം എഴുതാൻ പഠിപ്പിക്കും. അത് നാളെയാണ് ഗുണം ചെയ്യാൻ പോകുന്നത്. ഈ അക്ഷരം എഴുതി കാണിച്ചാൽ നമുക്ക് ജീവിതത്തിൽ ഒരു ഗുണം അപ്പം ഉണ്ടാകത്തില്ല. അപ്പൊ കുട്ടിയെ കൺവിൻസ് ചെയ്തിട്ടില്ല നമ്മൾ ഇതുകൊണ്ട് ഗുണമുണ്ടെന്ന്. പക്ഷെ ഒരു പൂച്ച എലിയെ പിടിക്കാൻ പഠിക്കുമ്പോൾ അപ്പോഴാണ് എന്റെ പ്രയോജനം ഉണ്ടാകുന്നത്. അപ്പൊ തന്നെ റിയൽ ലൈഫ് ആപ്ലിക്കേഷൻ ഉണ്ട്. നമ്മൾ പഠിക്കുന്നതൊന്നും അങ്ങനെയല്ല. നമ്മൾ പഠിക്കുന്നത് ഈ സർട്ടിഫിക്കറ്റ് ഏണിങ്ങിനുള്ള ചില ചടങ്ങുകൾ തീർക്കുക. നമ്മളെ വാക്ക് തന്നെ അതാണ്, ചടങ്ങാണ്. ഇത്തിരി അങ്ങോട്ടും ഇങ്ങോട്ടും മാടിയാലും കുഴപ്പമില്ല, ചടങ്ങ് ചെയ്താൽ മതി. സോ വേറെ നമുക്ക് അതിനൊരു കോൺട്രാസ്റ്റ് വരയ്ക്കണം. ക്ലാസ് റൂം വേഴ്സസ് റിയൽ ലൈഫ്. ഒന്ന് ഒരുപാട് രീതിയിൽ പറയാം. ഒന്ന് അതിന്റെ ഒരു സിംപ്ലിഫിക്കേഷൻ ആസ്പെക്റ്റും പിന്നെ കോംപ്ലക്സിറ്റി. ക്ലാസ് റൂമിൽ പഠിപ്പിക്കുന്നത് ഐഡിയകളാണ്. ബലവും ആക്സലറേഷനും നമ്മളെ ബന്ധമാണ് ന്യൂട്ടൺസ് ലോ വെച്ച് പഠിപ്പിക്കുന്നത്. അതിൽ മാത്രം പഠിച്ചാൽ കാര്യമില്ല. കാരണം റിയൽ ലൈഫിൽ ബലം മാത്രമായിട്ട് ആക്സലറേഷൻ മാത്രമായിട്ട് കിട്ടില്ല. അതിന് ഐസൊലേറ്റ് ചെയ്ത് കിട്ടത്തില്ല. ഒരുപാട് കാര്യങ്ങൾ ഒരുമിച്ചാണ്. ഇതെല്ലാം വേറെ വേറെ പഠിച്ചിട്ട് സിറ്റുവേഷൻ ഒരുമിച്ച് വരുമ്പോഴത്തേക്കും അപ്ലൈ ചെയ്യാം. അങ്ങനെ അല്ല നമ്മൾ എല്ലായിടത്തും അതാ ചെയ്യുന്നത്. ഉദാഹരണത്തിന് ഷെർലക് ഹോംസിന്റെ നോവലും ഷേക്സ്പിയറിന്റെ 1 ആക്ട് പ്ലേയും എല്ലാം ഒരേ സെറ്റ് ഓഫ് ലെറ്റേഴ്സ് വെച്ചാണ് എഴുതുന്നത്. ആ 26 അക്ഷരം മതി ഇത് എഴുതാൻ. പക്ഷെ ഇത് രണ്ടും തമ്മിലൊരു ബന്ധമില്ല. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമ്മൾ പഠിപ്പിക്കുമ്പോൾ അക്ഷരങ്ങൾ ആദ്യം പഠിപ്പിക്കുന്നത്, പിന്നെ വാക്കുകൾ ഉണ്ടാക്കാൻ പഠിപ്പിക്കും, പിന്നെ വാക്കുകൾ കമ്പൈൻ ചെയ്യാനുള്ള റൂൾസ് പഠിപ്പിക്കും. ഇത് വെച്ചാൽ ഈ വാക്കുകൾ കമ്പൈൻ ചെയ്ത് നമുക്ക് മനസ്സിലുള്ള എന്ത് ഐഡിയയും എക്സ്പ്രസ് ചെയ്യാം. അങ്ങനെയാണ് നമ്മൾ ലാംഗ്വേജ് പഠിക്കുന്നത്. അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ എന്തൊക്കെ പഠിക്കണം? എനിക്ക് ചായ വേണം എന്ന് പറയുന്നത് എങ്ങനെ എന്ന് ഒരു രീതി പഠിക്കണം. എനിക്ക് പച്ചവെള്ളം വേണമെന്ന് പറയുന്നത് എങ്ങനെ എന്ന് വേറെ പഠിക്കണം. ഇങ്ങനെ എല്ലാം പഠിക്കേണ്ടി വരും. അങ്ങനെ പഠിക്കാൻ പറ്റില്ല. പകരം നമ്മൾ വാക്കുകൾ വേറെ വേറെ ആണെന്നും വാക്കുകളെ കമ്പൈൻ ചെയ്യുന്ന റൂൾ ഉണ്ടെന്ന് പഠിക്കും. സയൻസും ഫിസിക്സ് കെമിസ്ട്രി ആയാലും ഏത് സയൻസ് ആയാലും ക്ലാസ് റൂമിൽ ഇങ്ങനെയാണ് പഠിപ്പിക്കുന്നത്. പ്രിൻസിപ്പിൾസ്, ബേസിക് പ്രിൻസിപ്പിൾസ് ആണ് പഠിപ്പിക്കുന്നത്. റിയൽ ലൈഫിൽ ഇതെല്ലാം കൂടെ ഒരുമിച്ച് വരും. ഈ പ്രിൻസിപ്പിൾസ് മനസ്സിലായിട്ടുണ്ടെങ്കിൽ റിയൽ ലൈഫിൽ ഏതൊക്കെ പ്രിൻസിപ്പിൾസ് ആണ് വർക്ക് ചെയ്യുന്നത്, അല്ലെങ്കിൽ എന്തൊക്കെ പ്രിൻസിപ്പിൾസ് ആണ് അപ്ലൈ ചെയ്യേണ്ടതെന്ന് മനസ്സിലാക്കി പ്രയോഗിക്കാനുള്ള കഴിവ് വിദ്യാർത്ഥിക്ക് വരുമെന്നാണ് സങ്കല്പം. അത് വരാത്തതിന്റെ കാരണം പ്രിൻസിപ്പിൾസിന്റെ കുഴപ്പമാണെന്ന് വിചാരിക്കായിരിക്കും. അതുകൊണ്ടാണ് നമ്മൾ ഈ പറഞ്ഞ പോലെ എനിക്ക് പഠിച്ചതുകൊണ്ട് ഒരു പ്രയോജനമില്ല എന്ന് ആൾക്കാരെ വിലപിക്കുന്നത്. ഇനി അതിനകത്ത് ഈ ഐഡിയലൈസേഷൻ ഉണ്ട്. ഐഡിയ നമ്മൾ പറഞ്ഞാൽ അത് അടുത്തൊരു എക്സാമ്പിൾ വെച്ച് വിശദമായിട്ട് സംസാരിക്കാം. പിന്നെ ക്ലാസ് റൂമിൽ പഠിപ്പിക്കുന്നെല്ലാം വെൽ ഡിഫൈൻഡ് കാര്യങ്ങളാണ്. കാരണം ടെക്സ്റ്റ് ബുക്കിൽ ഒരു കാര്യം എത്തണമെന്നുണ്ടെങ്കിൽ പൂർണ്ണമായും സയൻസിൽ വൈഡ്ലി അക്സെപ്റ്റഡ് ആയി കഴിഞ്ഞതിന് ശേഷമായിരിക്കും അത് എത്തുക. അപ്പൊ അത് എസ്റ്റാബ്ലിഷ്ഡ് ആണ്, അതിനകത്ത് തർക്കത്തിന് വകുപ്പില്ല. പക്ഷെ റിയൽ ലൈഫിലുള്ള സയൻസ് എന്ന് പറയുന്നത് ഇപ്പൊ റിസർച്ച് നടക്കുന്നത് എങ്ങനെയാണ്? അത് ഇന്ന് റിസർച്ച് നടത്തുന്ന നമ്മൾ കണ്ടുപിടിക്കുന്ന കാര്യം ടെക്സ്റ്റ് ബുക്കിൽ എത്താൻ ഒരുപാട് സമയം എടുക്കും.
ചിലപ്പം സ്കൂൾ ക്ലാസ്സിലെ ടെക്സ്റ്റ് ബുക്കിൽ എത്തിയില്ല എന്ന് തന്നെ വരും. അതൊരു ഓപ്പൺ എൻഡഡ് എൻക്വയറി ആണ്. ഒരാള് ന്യൂട്ടൺസ് ലോ കണ്ടുപിടിക്കാം എന്ന് പറഞ്ഞല്ല ന്യൂട്ടൺ റിസർച്ച് ചെയ്തത്. ഇന്ന് ചിലപ്പോൾ നമ്മളങ്ങനെ ചെയ്യുമായിരിക്കും, പക്ഷെ അങ്ങനല്ല. അദ്ദേഹം പ്രകൃതിയെ മനസ്സിലാക്കാനുള്ള അന്വേഷണത്തിൽ കണ്ടുപിടിച്ച കാര്യങ്ങളാണ് പല പേരിൽ ഇന്ന് വിളിക്കുന്നത്. ലോസ് ഓഫ് മോഷനെന്നോ ഇക്വേഷൻ ഓഫ് മോഷനെന്നോ ഒക്കെ വിളിക്കുന്നു. പക്ഷെ അതൊരു ഓപ്പൺ എൻഡഡ് എൻക്വയറിയുടെ റിസൾട്ടാണ്. ഇന്ന കാര്യം കണ്ടുപിടിക്കാൻ വേണ്ടി പോയി ബേസിക് സയൻസ് ഒന്നും അങ്ങനല്ല ചെയ്യുന്നത്. ഇപ്പൊ ഒരു കമ്പനി, ഒരു ഇൻഡസ്ട്രി റിസർച്ച് ചെയ്യുന്നത് ഒരു പർട്ടിക്കുലർ പർപ്പസിനായിരിക്കും. ഒരു ടി വി ഉണ്ടാക്കുന്ന കമ്പനി കുറച്ചുകൂടി നല്ല റെസൊല്യൂഷൻ ഉള്ള ഒരു സ്ക്രീൻ എങ്ങനെ ഉണ്ടാക്കാം, അതൊരു ഗോൾ ഓറിയന്റഡ് റിസർച്ചാണ്. പക്ഷെ ലോകത്തെ മനസ്സിലാക്കാൻ ശ്രമിക്കുമ്പോൾ അങ്ങനെ ഒരു ഗോൾ അല്ല പ്രയോഗിക്കുന്നത്. ഇത് എന്താണ് എന്ന് ആലോചിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ കണ്ടെത്തുന്ന കാര്യങ്ങൾക്ക് പിന്നെ പേര് വരും. ജനറൽ തിയറി ഓഫ് റിലേറ്റിവിറ്റി എന്നോ ക്വാണ്ടം മെക്കാനിക്സ് എന്നോ ഒക്കെയുള്ള പേരുകൾ വരുന്നതാണ്. പക്ഷെ അന്വേഷണം ഓപ്പൺ എൻഡ് ആയിരുന്നു. പിന്നെ ഈ ലീനിയർ വേഴ്സസ് നോൺ ലീനിയർ പ്രോഗ്രസ്, സയൻസിൽ മനുഷ്യൻ കണ്ടെത്തുന്നത് അല്ലെങ്കിൽ ലോകത്തെക്കുറിച്ച് മനസ്സിലാക്കുന്നത് അത് സ്കൂളിൽ പഠിക്കുന്ന അല്ലെങ്കിൽ ക്ലാസ് റൂമിൽ പഠിക്കുന്ന ഓർഡറിലല്ല നമ്മൾ മനസ്സിലാക്കിയിരിക്കുന്നത്. അത് നമുക്ക് വിശദമായിട്ട് സംസാരിക്കാം. അപ്പോൾ ഇതൊരു സാമ്പിൾ, സാധാരണ ഒരു ഫിസിക്സ് ക്ലാസ്സിൽ കാണാവുന്ന ഒരു പ്രോബ്ലമാണ്. നമ്മൾ നേരത്തെ ചോദ്യം ചോദിച്ച ആ പട്ടിയെ ചവിട്ടുന്ന കേസിലെ എനിക്ക് പട്ടികളോട് പ്രത്യേകിച്ച് ശത്രുതയൊന്നുമില്ല. അതൊരു ഒരു ഹൈപ്പോത്തറ്റിക്കൽ എക്സാമ്പിൾ മാത്രമാണ്. ഈ സിനിമയൊക്കെ തുടങ്ങുമ്പോൾ എഴുതി കാണിക്കത്തില്ല, ഈ സിനിമയുടെ ചിത്രീകരണത്തിനിടെ ഒരു മൃഗത്തിനും ദോഷം ചെയ്തില്ല, അതുപോലെ ഈ ടോക്കിനിടെ ഒരു മൃഗത്തിനും ദോഷം ചെയ്യാൻ ഞാനും ഉദ്ദേശിച്ചിട്ടില്ല. ഇതൊരു ഉദാഹരണം മാത്രമാണ്. ആ ഉദാഹരണത്തിന്റെ ഉത്തരം നമ്മളിതുവരെ ഡിസ്കസ് ചെയ്തിട്ടില്ല, എന്തുകൊണ്ടാണ് മിസ്മാച്ച് വരുന്നത്. ഇവിടെ അതുപോലൊരു ഉദാഹരണം എടുത്ത് ആ മിസ്മാച്ച് ഒന്ന് വിശദീകരിക്കാനാണ് ശ്രമിക്കുന്നത്. ഇതൊരു പ്രാക്ടീസ് പ്രോബ്ലം, PP എന്ന് നമ്മൾ വിളിക്കുന്ന സ്കൂൾ പ്രോബ്ലമാണ്. A football is kicked at an angle of 45 degrees with an initial speed of 20 meters per second. Calculate the maximum height reached, the total time of flight and the range of football. ഇതൊരു ടിപ്പിക്കൽ +1 ക്വസ്റ്റ്യൻ ആണ് ഫിസിക്സിലെ. ഒരു ഫുട്ബോളിനെ 48 ഡിഗ്രി ആംഗിളിൽ 20 മീറ്റർ പെർ സെക്കൻഡ് ഇനിഷ്യൽ വെലോസിറ്റിയിൽ കിക്ക് ചെയ്താൽ അത് എത്ര ഹൈറ്റ് വരെ വരും, അത് എത്ര ദൂരെ വരെ പോകും, എത്ര നേരം അത് എയറിൽ നിൽക്കും. ഇതാണ് ഈ 3 കാര്യങ്ങളാണ് ചോദിക്കുന്നത്. പുല്ല് പോലെ ഒരു ഇക്വേഷൻ വെച്ച് കുട്ടി കാൽക്കുലേറ്റ് ചെയ്യും. ഇതിൽ പരിഗണിക്കാത്ത കുറെ കാര്യങ്ങളും എയർ റെസിസ്റ്റൻസ്. ഫുട്ബോൾ കടന്നു പോകുന്നത് എയർ കൂടെയാണ്. അപ്പൊ എയർ അതിനെ റെസിസ്റ്റ് ചെയ്യും. നമ്മൾ ബസ്സിന്റെ സൈഡിൽ നിന്ന് യാത്ര ചെയ്യുമ്പോൾ നമ്മുടെ മുഖത്ത് അനുഭവപ്പെടുന്ന ഒരു റെസിസ്റ്റൻസ് ഉണ്ട്, അത് ഫുട്ബോളിലും ഫീൽ ചെയ്യും. അത് നമ്മൾ ആലോചിക്കണം. നമ്മൾ ബൈക്ക് ഓടിച്ചു പോകുമ്പോൾ നമ്മുടെ മുഖത്ത് നന്നായിട്ട് കാറ്റടിക്കുന്നുണ്ടെങ്കിൽ ബൈക്കിന്റെ മൈലേജ് കുറയുന്നുണ്ട്. കാരണം ഈ എയർ റെസിസ്റ്റൻസിനെ ഓവർകം ചെയ്യാൻ കൂടെ എനർജി സ്പെൻഡ് ചെയ്യും, അത് മൈലേജിൽ കുറയും. വണ്ടിയിൽ നന്നായിട്ട് സൗണ്ട് വരുന്നുണ്ടെങ്കിൽ, ഹോണിന് വെളിയിൽ നിന്നും വേറെ ഒരുപാട് സൗണ്ട് വരുന്നുണ്ടെങ്കിൽ അതും സൗണ്ട് എനർജിയാണ്. അതെല്ലാം ഈ ഫ്യൂവൽ സോഴ്സിൽ നിന്ന് എടുക്കണം. അപ്പൊ എല്ലാം എനർജി ലോസ് ആണ്. അപ്പോൾ ഈ റെയിൻകോട്ടൊക്കെ ഇട്ട് ഇങ്ങനെ പറപ്പിച്ചുകൊണ്ട് പോകുമ്പോൾ ശ്രദ്ധിക്കണം. പാരഷൂട്ട് കൊണ്ട് പോകുന്ന പോലെയാണ് തോന്നുന്നത്, മൈലേജ് കുറയുന്നുണ്ട് ചെറുതായിട്ടാണെങ്കിൽ പോലും. അപ്പൊ എയർ റെസിസ്റ്റൻസ് ആൻഡ് ഡ്രാഗ്. പിന്നെ കാറ്റ്, ഈ പോകുന്ന എയറിൽ കാറ്റുണ്ടെങ്കിൽ പിന്നെയും ഫിറ്റ് ചെയ്യും. അതിനെ ടെയിൽ വിൻഡ്, ഹെഡ് വിൻഡ്, ക്രോസ് വിൻഡ് എന്നൊക്കെ വിളിക്കും ഏവിയേഷന്റെ ഭാഷയിൽ. ഒരു വിമാനം ലാൻഡ് ചെയ്യുമ്പോൾ അവർ എപ്പോഴും ചെക്ക് ചെയ്യുന്നത് അതിന്റെ വിൻഡ് സ്പീഡ് എങ്ങോട്ടാണ്, ക്രോസ് വിൻഡ് ഉണ്ടോ, ടെയിൽ വിൻഡ് ഉണ്ടോ, അതിനനുസരിച്ചിട്ട് ഈ കണക്കൂട്ടിൽ മാറും. ഓക്കെ. ഇനി സ്പിൻ ആൻഡ് ഫുട്ബോൾ ഇങ്ങനെ നേരെ പോകുന്നതിന് പകരം കറങ്ങിക്കൊണ്ടാണ് പോകുന്നതാണെങ്കിൽ ഈ കറക്കം കാരണം അതിനൊരു ഫോഴ്സ് ഉണ്ട്, മാഗ്നസ് ഇഫക്ട് എന്ന് പറയും. ഈ ബെക്കംസ് കിക്ക് എന്നറിയപ്പെടുന്ന ഈ ചില ഫുട്ബോൾ പ്ലെയേഴ്സ് കളിക്കുമ്പോൾ ഫുട്ബോൾ ഇങ്ങനെ വളഞ്ഞു നിന്ന് ഗോൾ പോസ്റ്റിൽ കയറുന്നു. ഈ വളവ് മാഗ്നസ് ഇഫക്റ്റ് ആണ്. എയർ പ്രഷർ, നിങ്ങൾ കളിക്കുന്ന സ്ഥലത്ത് എത്ര പ്രഷറുണ്ട്, ടെമ്പറേച്ചർ എത്ര, ഹോട്ട് എയർ ആണോ, കോൾഡ് എയർ ആണോ, ഹ്യൂമിഡ് എയർ ആണോ, ഇതിനനുസരിച്ചിട്ട് ഫുട്ബോളിന്റെ മൂവ്മെന്റ് മാറും. ഇനി ഫുട്ബോളിന്റെ ഷേപ്പ്, നമ്മൾ ഐഡിയൽ സ്പെറിക്കൽ ഷേപ്പ് വെച്ചാണ് ഇക്വേഷൻ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. നിങ്ങൾ ചവിട്ടുമ്പോൾ ഫുട്ബോൾ ചലങ്ങും, ചലങ്ങിലും നിങ്ങളുടെ കാല് ചലങ്ങും. ഫുട്ബോൾ അങ്ങനെ ഉണ്ടാക്കാൻ പറ്റും. അത് കഴിഞ്ഞാൽ സ്പെറിക്കൽ ഷേപ്പ് മാറും. അത് അതിന്റെ ബാക്കി പ്രോപ്പർട്ടീസിനെ ബാധിക്കും. ആ ഫുട്ബോൾ ഉണ്ടാക്കിക്കുന്ന മെറ്റീരിയൽ എന്തോ ചെയ്യണം. നമ്മൾ മറ്റേ കണ്ടത്തിൽ കളിക്കുമ്പോഴത്തേക്ക് നമ്മൾ റബ്ബർ പ്ലാസ്റ്റിക് ഒക്കെ ചുറ്റി ബോൾ ഉണ്ടാക്കി കളിക്കും. അതുപോലെയല്ല മറ്റേ പ്രൊഫഷണൽ ഫുട്ബോൾ കളിക്കുന്നത്. ഇനി ഗ്രൗണ്ട് സർഫസ് എത്രത്തോളം ലെവലുള്ളതാണ്, നമ്മൾ ചവിട്ടുമ്പം അതിന്റെ അപ്പുറത്തിരിക്കുന്ന കല്ല് എങ്ങോട്ടാണ് ഇരിക്കുന്നത്, ഇതൊക്കെ അനുസരിച്ചിട്ട്. പക്ഷെ നമ്മുടെ സ്കൂളിൽ പ്രോബ്ലം ചെയ്യുന്ന കുട്ടിക്ക് ഫുട്ബോള് ഇങ്ങനെയുള്ള വാക്കുകൾ പരിചയമുണ്ടെന്നേ ഉള്ളൂ. ഇതൊന്നും ആക്ച്വൽ ഫുട്ബോൾ അല്ലാന്ന് കുട്ടിക്ക് നല്ല ബോധ്യമുണ്ട്. ആക്ച്വൽ ഫുട്ബോൾ ഇങ്ങനെയൊന്നും വർക്ക് ചെയ്യത്തില്ല എന്നും അറിയാം. അതുകൊണ്ടാണ് പരിഗണിക്കുന്നത്. പക്ഷെ ഇതെല്ലാം പരിഗണിച്ചാലേ നിങ്ങൾക്ക് ആക്ച്വൽ ഫിസിക്സ് വെച്ച് ഈ ഫുട്ബോളിന്റെ മൂവ്മെന്റിനെ എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റും. ഇത് നിങ്ങളൊരു റോക്കറ്റ് പുറത്തേക്ക് ലോഞ്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ ആംഗിൾ ഒന്നും വെച്ച് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റത്തില്ല. ഈ സാധനം എല്ലാം ശരിക്കും അവിടെ ഉണ്ട്.
നമ്മൾ ചൊവ്വയിലേക്ക് അയക്കുന്ന റോക്കറ്റ് ചൊവ്വയിൽ അല്ലെങ്കിൽ സ്പേസ് ക്രാഫ്റ്റ് ചൊവ്വയിൽ എത്തുന്നോ ഇല്ലയെന്ന് അറിയണമെന്നുണ്ടെങ്കിൽ ഈ കാര്യമെല്ലാം പരിഗണിക്കണം. ഭൂമിക്ക് ഗ്രാവിറ്റി ഉണ്ടെന്ന് മാത്രം അറിഞ്ഞാൽ പോരാ. ഭൂമിയുടെ ഷേപ്പ് മാറുന്നതിനനുസരിച്ച് ഗ്രാവിറ്റി മാറുമെന്നും അത് പർവ്വതം എവിടെയാണെന്നുള്ളതും കടൽ എവിടെയാണെന്നതും അനുസരിച്ച് മാറുമെന്നും ഒക്കെ അറിഞ്ഞ് ഗ്രാവിറ്റിയെ അങ്ങനെ കോംപ്ലിക്കേറ്റഡ് ആയിട്ട് കൈകാര്യം ചെയ്താലേ സ്പേസ് ലോഞ്ച് നടക്കൂ. അതുകൊണ്ട് തന്നെ ഈ റോക്കറ്റ് സയൻസിന് ഒരു ചീത്തപ്പേരുണ്ട്. ഇറ്റ്സ് നോട്ട് റോക്കറ്റ് സയൻസ് എന്ന് പറഞ്ഞാൽ ഇങ്ങനെ 100,000 കാര്യങ്ങൾ പരിഗണിക്കണം. തിയറി ഭയങ്കര സിമ്പിളാണ്. പക്ഷേ റോക്കറ്റ് ലോഞ്ചിന് ഒരു സയൻസ്, മിസൈൽ അയക്കാൻ വേറൊരു സയൻസ് അങ്ങനെ പഠിപ്പിക്കാൻ പറ്റില്ല. ഇതിന്റെ ബേസിക് പ്രിൻസിപ്പിൾസ് ആണ് സ്കൂളിൽ പഠിപ്പിക്കുക. ഇതെല്ലാം പല സ്ഥലങ്ങളിൽ പഠിക്കുന്നുണ്ട്. എയർ ഹോസ്റ്റസ് എങ്ങനെ വർക്ക് ചെയ്യുന്നത് പഠിക്കുന്നുണ്ട്. വിസ്കസ് കോഴ്സ് എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് പഠിക്കുന്നുണ്ട്. സ്റ്റോക്സ് ലോ എന്നൊക്കെ പറഞ്ഞ് വേറെ ചാപ്റ്ററിലായിരിക്കും. നമ്മുടെ കരിക്കുലത്തിന്റെ സ്വഭാവം വെച്ച് വേറെ ടീച്ചറായിരിക്കും പഠിപ്പിക്കുന്നത്. അതൊക്കെ പ്രാക്ടിക്കൽ സാധനം. ഇതിൽ ഈ ക്ലാസ് റൂമിലേക്ക് വരുമ്പോൾ ഞാൻ ശ്രദ്ധിച്ചിട്ടുള്ള ഏറ്റവും ഡിസ്റ്റർബിംഗ് ആയിട്ടുള്ള കാര്യം, കുട്ടികൾ ടെക്സ്റ്റ് ബുക്ക് ഒരിക്കലും എടുത്ത് വായിക്കില്ല. ടെക്സ്റ്റ് ബുക്കിൽ ഫസ്റ്റ് യൂണിറ്റ് മുതൽ ലാസ്റ്റ് യൂണിറ്റ് വരെ ഒരു ക്രമത്തിലാണ് വെച്ചേക്കുന്നത്. അതിനൊരു ക്രമമുണ്ട്. അത് ടെക്സ്റ്റ് ബുക്ക് നോക്കിയാൽ മനസ്സിലാവും. അത് നോക്കൂല. കാരണം 3 ടീച്ചേഴ്സ് ആയിരിക്കും ഫിസിക്സ് പഠിപ്പിക്കുന്നത്. 1ാമത്തെ ചാപ്റ്റർ ഒരു ടീച്ചർ പഠിപ്പിക്കുമ്പോഴത്തേക്കും 8ാമത്തെ ചാപ്റ്റർ വേറൊരു ടീച്ചർ തുടങ്ങും. അത് നമുക്ക് വേറെ ഒരു രീതിയിൽ ചെയ്യാൻ പറ്റാത്തത് അങ്ങനെ ചെയ്യുന്നത്. പക്ഷേ ഈ ടെക്സ്റ്റ് ബുക്ക് നോക്കണം. ആദ്യം പഠിച്ചേക്കുന്ന ചാപ്റ്റർ ഏത്, രണ്ടാമത് പഠിച്ചേക്കുന്ന ചാപ്റ്റർ ഏത്, ഇത് തമ്മിലുള്ള കണക്ഷൻ എന്താണ്. നേരെ ചൊവ്വ ആലോചിച്ച് എഴുതിയ ടെക്സ്റ്റ് ബുക്ക് ആണെങ്കിൽ കണക്ഷൻ ഉണ്ട്. പക്ഷെ അതിന്റെ കണ്ടൻസ് പേജെങ്കിലും നോക്കണം, എന്നാലേ ഓർഡർ അറിയാൻ പറ്റും. ഇത് നമ്മൾ നോക്കേണ്ട ആവശ്യമില്ല. നമുക്കങ്ങനെ ഓർഡർ അറിയേണ്ട കാര്യമില്ല. പരീക്ഷയ്ക്ക് ഓർഡർ ചോദിക്കത്തുമില്ല. പിന്നെ +1 ഫിസിക്സ്, ഞാൻ ഫിസിക്സ് ആയതുകൊണ്ടാണ് അത് ഉദാഹരണം എടുക്കുന്നത്, ബാക്കി വിഷയങ്ങളിലാണ്. +1 ഫിസിക്സിൽ ഫസ്റ്റ് ചാപ്റ്റർ ഉണ്ട്, നേച്ചർ ഓഫ് ഫിസിക്കൽ വേൾഡ് എന്നാണ് എന്റെ പേര്. അത് പരീക്ഷയ്ക്ക് ക്വസ്റ്റ്യൻ ചോദിക്കാറുണ്ട്, അതായത് വായിക്കത്തില്ല. ഞാൻ ഈ കോളേജിൽ പഠിപ്പിക്കുന്ന ആളായതുകൊണ്ട് പിള്ളേരുടെ ചോദിക്കും +1 ഫിസിക്സിൽ ആദ്യം പഠിച്ച ചാപ്റ്റർ പിള്ളേർ യൂണിറ്റ്സ് ആൻഡ് ഡയമെൻഷൻ. ഞാൻ അതിന് മുമ്പ് ഒരു ചാപ്റ്റർ ഉണ്ടായിരുന്നു. അത് ടെക്സ്റ്റ് ബുക്ക് നോക്കി കാണാം. അതിന് ക്വസ്റ്റ്യൻ വരാത്തതുകൊണ്ട് പഠിച്ചിട്ടില്ല. അതിലെന്താ പറഞ്ഞറിയാമോ, മുമ്പോട്ട് എന്താണ് പഠിക്കേണ്ടത്, എന്തിനാണ് ഇത് പഠിക്കുക, അതാണ് ഫസ്റ്റ് യൂണിറ്റ് പഠിക്കുക. അത് നമ്മൾ തൊട്ടിട്ടില്ല. പിന്നെ ഈ ടെക്സ്റ്റ് ബുക്കിൽ NCERT ടെക്സ്റ്റ് ബുക്കിൽ ഇടയ്ക്കിടയ്ക്ക് ചില ഈ ബോക്സസ് ഉണ്ട്, കളർഫുൾ ബോക്സ്. അതിൽ എഴുതിക്കുന്നു പറഞ്ഞാൽ ഈ പൊതുവെ സബ്ജക്ട് ഡ്രൈ ആയതുകൊണ്ട് അതുമായിട്ട് ബന്ധപ്പെട്ട ചില ട്രിവിയൽ ഇൻഫർമേഷനാണ്, രസകരമായിട്ടുള്ള കാര്യങ്ങൾ. അതിൽ നിന്ന് ക്വസ്റ്റ്യൻ വരില്ല എന്ന് ടീച്ചർ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് അതും വായിക്കത്തില്ല. അത് ആ ടെക്സ്റ്റ് ബുക്കിൽ രസകരം തോന്നുന്ന എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതൊന്നും തൊട്ടിട്ടില്ല. എന്നിട്ട് പറയും ഫിസിക്സ് ഭയങ്കര ബോറാണ്. അല്ല, അധിക വായന, അധിക പ്രസംഗമായിട്ടാണ് മനസ്സിലാക്കുന്നത്. അധിക വായനയാണ് നോക്കരുത്. ഇത് ഈ +1 ടെക്സ്റ്റിലുള്ള ചില തമാശകളൊക്കെ ഞാനിങ്ങനെ ചില സയന്റിസ്റ്റുമാരൊക്കെ ലൈഫിലുണ്ട്. അപ്പൊ ഉദാഹരണത്തിന് ആൻഡ്രെ മേരി ആംബിയർ എന്ന് പറഞ്ഞ കറണ്ടിന്റെ യൂണിറ്റിന്റെ പേര് കിടക്കുന്ന നെപ്പോളിയൻ പുള്ളി ഒരു പാർട്ടിക്ക് വിളിച്ചിട്ട് പുള്ളി മറന്നുപോയി, ആബ്സെന്റ് മൈൻഡഡ് ആയിരുന്നു. ഇത് +1 ബുക്കിലുണ്ട്, കറണ്ട് പഠിക്കാൻ. പക്ഷെ ഒരു കുട്ടി ഇത് കേട്ടിട്ടില്ല. അങ്ങനെയാണ് ഞാൻ അന്വേഷിച്ചത്. അപ്പൊ അത് ബോക്സാ, അതിന് ക്വസ്റ്റ്യൻ വരത്തില്ല. അത് അധിക വായനയ്ക്കുള്ളതാണ്. ഉള്ളത് തന്നെ വായിച്ച് തീരുന്നില്ല. അതൊരു പ്രശ്നം. അപ്പൊ നമ്മൾ റിയൽ വേൾഡ് ഇഷ്യൂസ് അല്ല. ഇപ്പൊ നമ്മൾ ക്ലൈമറ്റ് ചേഞ്ച് എന്ന് പറഞ്ഞ റിയൽ വേൾഡ് ഇഷ്യൂ ആണ്. നമ്മൾ അറ്റ്ലീസ്റ്റ് അക്കാര്യത്തിൽ നമുക്ക് തർക്കമില്ല. ക്ലൈമറ്റ് ചേഞ്ച് ഉണ്ടോ ഇല്ല എന്നുള്ള തർക്കം ഉണ്ടെങ്കിലും ക്ലൈമറ്റ് ചേഞ്ച് ഉണ്ടെങ്കിൽ അത് പരിഹരിക്കാൻ സയൻസ് തന്നെ ഉപയോഗിക്കണം നമുക്കറിയാം. വേറെ ഒരു രീതിയിലും നമ്മൾ പരിഹരിക്കാൻ സാധ്യതയില്ല. അതിൽ ഫിസിക്സ് ഉണ്ട്, ടെമ്പറേച്ചർ കൂടുന്നതിനെ കുറിച്ചും ഐസ് മെൽറ്റ് ചെയ്യുന്നതിനെ കുറിച്ചും. കെമിസ്ട്രി ഉണ്ട്, മറ്റേ ഫ്ലോറോ കാർബൺസോ നമ്മൾ പല കെമിക്കൽസിന്റെയും ആക്ഷനെ കുറിച്ചും പറയും. ബയോളജി ഉണ്ട്, കാരണം എന്താ ജീവിവർഗങ്ങൾക്ക് എന്താ സംഭവിക്കുന്നത്, ബയോഡൈവേഴ്സിറ്റിക്ക് എന്താണ് സംഭവിക്കുന്നത്. ജിയോളജി ഉണ്ട്, എവിടെയാണൊക്കെ ഭൂമി എങ്ങനെയാണ് കിടക്കുന്നത്. ഓഷ്യനോഗ്രഫി, കടലിലെ ഓഷൻ കറൻസ് സർക്കുലേഷൻസ് എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത്. മീറ്റിയറോളജി, മഴ വെയിൽ, ഇതിൽ വരുന്ന വ്യത്യാസം. ഇക്കണോമിക്സ്, ഇത് ട്രേഡ് റൂട്ടിനെ ബാധിക്കുമെന്നോ, ഇത് എത്ര രൂപ ബജറ്റിൽ ക്ലൈമറ്റ് ചേഞ്ചിനെ മിറ്റിഗേറ്റ് ചെയ്യാൻ മാറ്റി എക്കണോമിക്കലാണ്. പൊളിറ്റിക്സ് ഉണ്ട്. നമ്മളിപ്പം ഇനി ഈ സമയത്തെക്കാൾ നല്ലൊരു സമയമില്ല ചർച്ച ചെയ്യാൻ. ഇന്നും അവിടെ എന്തൊക്കെയോ നടക്കുന്നുണ്ട്. അമേരിക്കയിൽ പേപ്പർ സ്ട്രോയിന് വേണ്ട, പ്ലാസ്റ്റിക് സ്ട്രോ മതി എന്ന് നമ്മുടെ ബഹുമാന്യനായ നമ്മുടെ ട്രംപ് അദ്ദേഹം അവർകൾ ഓർഡർ പുറപ്പെടുവിച്ചിട്ടുണ്ട്. അപ്പൊ അങ്ങനെ പല രീതിയിൽ അതിനകത്ത് പൊളിറ്റിക്സ് വരും, സോഷ്യോളജി വരും. സോഷ്യോളജി എന്ന് പറയുന്നത് ക്ലൈമറ്റ് ചേഞ്ച് വലിയ പ്രശ്നമാണ് നമ്മൾ ചർച്ച ചെയ്യുമ്പോൾ എല്ലാവർക്കും ഒരുപോലെ പ്രശ്നമല്ല. കടൽ തീരത്ത് താമസിക്കുന്നവർക്കായിരിക്കും ആദ്യം ബാധിക്കുന്നത് സീ ലെവൽ റൈസിങ്. അപ്പൊ അവരുടെ പ്രശ്നമായിരിക്കത്തില്ല സിറ്റി വേറെ സ്ഥലത്ത് താമസിക്കുന്ന ആള്. ഈ ഇറഗുലർ പ്രസിപ്പിറ്റേഷനോ കടുത്ത മഴയോ പെയ്യുമ്പോഴത്തേക്കും അത് ബാധിക്കാൻ പോകുന്നത് മലമ്പ്രദേശങ്ങളിൽ താമസിക്കുന്ന ആളുകളായിരിക്കും. ഇതൊന്നും ബില്യനേഴ്സിനെ ബാധിക്കാൻ ഒരുപാട് സമയമെടുക്കും. അപ്പൊ അവർക്കത് പ്രയോറിറ്റി ആവില്ല. അപ്പൊ അതിനകത്ത് സോഷ്യോളജി വരും. പിന്നെ ഇതൊക്കെ ഇംപ്ലിമെന്റ് ചെയ്യണമെങ്കിൽ റിന്യൂവബിൾ എനർജി റിസോഴ്സിലോട്ട് മാറണമെങ്കിൽ എഞ്ചിനീയറിംഗ് വേണ്ടേ. നമ്മൾ EV ഇലക്ട്രിക് വെഹിക്കിൾസിനെ കുറിച്ച് സംസാരിക്കുന്നത് ഉണ്ടാവണമല്ലോ, അതിന് എഞ്ചിനീയറിംഗ് വേണ്ടേ. കമ്പ്യൂട്ടർ സയൻസ് ഇല്ലാതെ ഇന്ന് ഈ ക്ലൈമറ്റ് ചേഞ്ച് പ്രെഡിക്ട് ചെയ്യുന്നൊക്കെ മോഡൽസാണ്. കമ്പ്യൂട്ടർ സയൻസ് ഇല്ലെങ്കിൽ അതുമില്ല.
അപ്പൊ ഏതെങ്കിലും ഒരു വിഷയത്തെ മാറ്റി വെച്ചിട്ട് സംസാരിക്കാൻ പറ്റത്തില്ല. എല്ലാം കൂടെ ചേർത്താണ് റിയൽ വേൾഡ് ഇഷ്യൂസ് സംസാരിക്കുന്നത്. പക്ഷെ ഇഷ്യൂ ബേസ്ഡ് അല്ല നമ്മുടെ എഡ്യൂക്കേഷൻ, പ്രിൻസിപ്പിൾ ബേസ്ഡ് ആണ്. അങ്ങനെ നമുക്ക് പഠിപ്പിക്കാൻ പറ്റുള്ളൂ. ഇനി നേരത്തെ പറഞ്ഞ വാക്കാണ് നോൺ ലീനിയാരിറ്റി. അതായത് നമ്മൾ സ്കൂളിൽ പഠിക്കുന്ന ആശയങ്ങൾ, പഠിക്കേണ്ട ആശയങ്ങളുടെ ഒരു ലോജിക്കൽ ഓർഡറിലാണ് പഠിക്കുന്നത്. മനുഷ്യൻ കണ്ടെത്തിയത് ആ ഓർഡറിലല്ല. പല രീതിയിൽ ഇപ്പോ 8ാം ക്ലാസ്സിൽ മറ്റോ നമ്മൾ ആദ്യമായിട്ട് ആറ്റങ്ങൾക്കുള്ളിൽ ന്യൂട്രോൺസ്, പ്രോട്ടോൺസ്, ഇലക്ട്രോൺസ് ഉണ്ടെന്ന് പഠിക്കും. ഒരു കോളേജ് സിലബസിലൊക്കെ എത്തുമ്പോഴേ തിയറി ഓഫ് റിലേറ്റിവിറ്റി പഠിക്കും. കോളേജ് വരെ ഫിസിക്സ് പഠിച്ചില്ലെങ്കിൽ എങ്ങും ഒരു പക്ഷേ റിലേറ്റിവിറ്റി പഠിച്ചു കാണാതില്ല. റിലേറ്റിവിറ്റി കണ്ടുപിടിക്കുന്നത് 1915-ലാണ്. ന്യൂട്രോണിനെ കണ്ടുപിടിക്കുന്നത് 1932-ലാണ്. ആദ്യം പഠിപ്പിക്കാനാണെന്നുണ്ടെങ്കിൽ റിലേറ്റിവിറ്റി ആദ്യം പഠിപ്പിച്ചിട്ട് ന്യൂട്രോണിനെ കുറിച്ച് പഠിപ്പിക്കാൻ പറ്റും. പക്ഷെ അങ്ങനെ പഠിപ്പിക്കാൻ പറ്റത്തില്ല. കണ്ടെത്തുന്നതിന് വേറെയും ഒരുപാട് ഘടകങ്ങൾ ചേർന്നാണ് കാര്യങ്ങൾ തീരുമാനിക്കുന്നത്. ഇനി ഇതുമായിട്ട് ബന്ധപ്പെട്ട് സയൻസിന്റെ ഹിസ്റ്ററി മാത്രമല്ല, മനുഷ്യനാണല്ലോ ഇതെല്ലാം കൈകാര്യം ചെയ്യുന്നത്. മനുഷ്യന്റെ ഹിസ്റ്ററിയും തമ്മിലും ഒരു പൊരുത്തക്കേടുണ്ട്. ഇപ്പോ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ 1915 തിയറി ഓഫ് റിലേറ്റിവിറ്റി, സ്പെഷ്യൽ ജനറൽ തിയറി ഓഫ് റിലേറ്റിവിറ്റി കണ്ടുപിടിക്കുമ്പോൾ UK സ്ത്രീകൾക്ക് വോട്ടവകാശമില്ല. നമുക്ക് ഇങ്ങനെ ആലോചിക്കുമ്പോൾ തോന്നില്ല, നമുക്ക് ഇതൊക്കെ നേരത്തെ ഉള്ള കാര്യമായിട്ട് തോന്നും. കേരളത്തില് എന്താണ് ടെമ്പിൾ എൻട്രി പ്രൊക്ലമേഷൻ, ക്ഷേത്ര പ്രവേശന വിളംബരം 1936-ലാണ്. 1926-ലാണ് ജോൺ ബേഡ് വർക്കിംഗ് ടെലിവിഷൻ കണ്ടുപിടിക്കുന്നത്. അത് കഴിഞ്ഞ് 10 കൊല്ലം കഴിയുമ്പോഴാണ് നമ്മളിവിടെ ക്ഷേത്ര പ്രവേശന വിളംബരം നടത്തുന്നത്. ഇതാണ് നമ്മുടെ ചരിത്രത്തിലുള്ള ചില പൊരുത്തങ്ങൾ. ഇന്നും പല കാര്യങ്ങളും ലീഗലായിട്ടില്ല. പണ്ടേ ആകുമെന്ന് നമ്മൾ വിചാരിച്ചതാണ്. അലൻ ട്യൂറിംഗ് എന്ന് പറയുന്ന കമ്പ്യൂട്ടർ സയൻസിന്റെ പിതാവാണ്. പുള്ളി 2ാം ലോക മഹായുദ്ധത്തിലെ മരണങ്ങൾ കുറയ്ക്കുന്നതിൽ പങ്കുവഹിച്ച ആളാണ്. എനിഗ്മ മെഷീന്റെ കോഡ് ബ്രേക്ക് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് പുള്ളി ഇന്നത്തെ കമ്പ്യൂട്ടർ സയൻസിന്റെ ആദ്യ രൂപങ്ങളിലൊന്ന് പ്രയോഗിച്ച ആളാണ്. പുള്ളി ഹോമോസെക്ഷൽ ആയിരുന്നതുകൊണ്ട് കെമിക്കൽ കാസ്ട്രേഷൻ എന്ന് പറഞ്ഞ ശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട ആളാണ്. കെമിക്കൽ കാസ്ട്രേഷൻ കാരണം അദ്ദേഹത്തിന് ഡിപ്രഷൻ വന്നു, സൂയിസൈഡ് ചെയ്തു. ഓക്കെ. എന്നിട്ട് എനിക്ക് തോന്നുന്നു ഒരു കഴിഞ്ഞ 5 കൊല്ലത്തിനിടെയാണ് UK ഗവൺമെന്റ് അദ്ദേഹത്തിന് മാപ്പ് കൊടുത്തത്. ശ്രദ്ധിക്കണം വാക്ക്, പാർഡൺ. എന്തിന്? ഹോമോസെക്ഷൽ ആയിരുന്നേന് അന്ന്. ഓക്കെ. കമ്പ്യൂട്ടർ സയൻസിന്റെ പിതാവെന്ന് വിളിക്കുന്നൊരു ആ സ്റ്റാറ്റസിലൊരു മനുഷ്യന്റെ ചെറുപ്പകാലത്ത് അങ്ങേരെ തള്ളി സൂയിസൈഡിലേക്ക് കൊണ്ടുവിട്ടിട്ട് ഇപ്പൊ നമ്മൾ മാപ്പ് കൊടുക്കുകയാണ്. വിശാല ഹൃദയനായ ആശാൻ അലൻ ട്യൂറിങ്ങിനോട് ക്ഷമിച്ചിരിക്കുന്നു. അതായത് ഈ ഒരു നോൺ ലീനിയാരിറ്റി നമ്മുടെ സാമൂഹ്യ പുരോഗതിയിലും സയൻസിന്റെ പ്രോഗ്രസിലും കാണാൻ പറ്റും. ഇത് വെളിയിൽ നടക്കുന്ന ഓർഡറാണ്. നമ്മൾ പുറത്തിറങ്ങുമ്പോൾ അതായത് ഇപ്പൊ ഞാൻ കണ്ടുപിടിച്ചോണ്ടിരിക്കും, ഇപ്പൊ വാർത്തയിൽ വരുന്നൊരു കാര്യം, അല്ലെങ്കിൽ ഇപ്പൊ ഒരു റിസർച്ച് ആർട്ടിക്കിളായിട്ട് വരുന്നത് നാളത്തെ ബ്രേക്ക് ത്രൂ ആണെന്ന് ഇന്ന് തോന്നൂല. നമ്മൾ ക്വാണ്ടം ഭൗതികത്തെ കുറിച്ച് വാദോരാതെ സംസാരിക്കും, ഫിസിക്സിലെ വിപ്ലവം എന്ന് വിളിക്കും. ക്വാണ്ടം തിയറി ആദ്യമായിട്ട് പബ്ലിഷ് ചെയ്യപ്പെട്ടപ്പോൾ ഒരൊറ്റ വരുത്തം മൈൻഡ് ചെയ്തില്ല. ആരും, അതായത് ഇത് കണ്ടുപിടിച്ച മാക്സ് പ്ലാങ്കിന് തന്നെ തോന്നി ഇതൊരു തട്ടിക്കൂട്ട് തിയറിയാണ്, നാളെ ഇത് ആരെങ്കിലും വന്ന് തെറ്റാണെന്ന് തെളിയിക്കും, അതുവരെ തൽക്കാലം ഇത് ഇരിക്കട്ടെ എന്ന് വിചാരിച്ചു. പുള്ളി 1900-ലാണ് ഇത് കണ്ടുപിടിക്കുന്നത്. 1905-ലെത്തിയപ്പം വേറൊരു പ്രശ്നം പരിഹരിക്കാൻ ഒരു മാർഗവും ഇല്ലാതെ ആൽബർട്ട് ഐൻസ്റ്റൈൻ ഈ ക്വാണ്ടം തിയറി എടുത്ത് പ്രയോഗിച്ചപ്പോൾ വർക്ക് ചെയ്യും. അപ്പൊ ശരിക്കും മാക്സ് പ്ലാങ്ക് മറ്റേ നമ്മുടെ കണ്ണസ് റാങ്കിന്റെ അവസ്ഥയിലാണ്. എനിക്ക് വട്ടായതാണോ അതോ ഇനി പുള്ളി ഇതാരെങ്കിലും തെറ്റാണെന്ന് തെളിയിക്കുന്ന വെച്ച് വെയിറ്റ് ചെയ്യുക. അപ്പൊ അത് വർക്ക് ചെയ്യുന്നു, വേറൊരാൾ തെളിയിച്ചിരിക്കുന്നു. അതിന് ആ പുള്ളിക്ക് നോബൽ പ്രൈസ് കൊടുത്തത് ആൽബർട്ട് ഐൻസ്റ്റൈനാണ്. ഫോട്ടോ ഇലക്ട്രിക് ഇഫക്റ്റിനെ എക്സ്പ്ലെയിൻ ചെയ്തതിന് പുള്ളിക്ക് നോബൽ പ്രൈസ് കൊടുത്തു. തിയറി ഓഫ് റിലേറ്റിവിറ്റി അല്ല, തിയറി ഓഫ് റിലേറ്റിവിറ്റിയും ഫോട്ടോ ഇലക്ട്രിക് ഇഫക്റ്റ് ഒരുമിച്ച് ഒരേ വർഷമാണ് പുള്ളി കണ്ടുപിടിക്കും. തിയറി ഓഫ് റിലേറ്റിവിറ്റി തിയറി ഓഫ് റിലേറ്റിവിറ്റി അന്നും തെളിയിക്കാൻ പറ്റിയിട്ടില്ല. അപ്പൊ ഒരു കണ്ടുപിടുത്തം വരുമ്പോൾ ഒന്നും അത് ബ്രേക്ക് ത്രൂ ആവില്ല, ആകണമെന്ന് യാതൊരു ഗ്യാരണ്ടിയും ഇല്ല. അത് പിന്നെ പതിയെ ഇവോൾവ് ചെയ്ത് വരുന്നതാണ്. ക്ലാസ് റൂമിൽ ഇങ്ങനെയല്ല പഠിപ്പിക്കുക. ക്ലാസ് റൂമിൽ ഇതാണ്ട് ഇത് അടുത്ത് പുസ്തകത്തിൽ പറഞ്ഞിട്ടുണ്ട് ക്ലാസിക്കൽ ഫിസിക്സ്, അതുവരെയുള്ള ഫിസിക്സിലെ പല കാര്യങ്ങൾക്കും ഉത്തരമില്ലാതിരുന്നത് കൊണ്ടാണ് ക്വാണ്ടം ഫിസിക്സ് കണ്ടെത്തിയത്. പക്ഷെ എന്റെ അനുഭവത്തിൽ ഒരു ടീച്ചർ പറഞ്ഞു, ലിമിറ്റേഷൻസ് ഓഫ് ക്ലാസിക്കൽ ഫിസിക്സ് ക്വസ്റ്റ്യൻ ചോദിക്കാറില്ല, നമുക്ക് നേരിട്ട് ക്വാണ്ടം ഫിസിക്സ് പഠിക്കാം. അപ്പൊ അതോടെ എന്തിനാണെന്നുള്ള ചോദ്യം ഇനിയില്ല, ചോദിക്കത്തുമില്ല കുട്ടി. ടീച്ചറും അത് അങ്ങനെയാണ് കാണുന്നത്. ഓക്കെ. ഈ നോൺ ലീനിയാരിറ്റി ഒരു പ്രശ്നമാണ്. പിന്നെ വാക്കെന്ന് പറഞ്ഞാൽ സയൻസിലേക്ക് വരുമ്പോൾ പ്രിസിഷൻ ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്. ഒരു വാക്ക് ഒരർത്ഥത്തിലേ ഉപയോഗിക്കാവൂ. കോമൺ ലാംഗ്വേജ് അങ്ങനെയല്ല. കോമൺ ലാംഗ്വേജ് നമ്മൾ ഉപയോഗിക്കുന്ന ടോണൊക്കെ മാറ്റി നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ ഉപയോഗിക്കാം. ഇപ്പൊ ഞാൻ കൊള്ളാം എന്ന് പറയുന്നത് കൊള്ളാം എന്ന് പറയുന്നത് തമ്മിൽ വ്യത്യാസമുണ്ട്. ഒരേ വാക്കാ പറയുന്നത്. അങ്ങനെ സയൻസ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ കഴിയില്ല. യു നീഡ് പ്രിസിഷൻ. അതുകൊണ്ട് സാധാരണ ഒരു ഡെയിലി ലൈഫിൽ ഉപയോഗിക്കുന്ന വാക്കുകൾ പോരാ, കൂടുതൽ വാക്കുകൾ ഉണ്ടെങ്കിലേ. അതുകൊണ്ടാണ്
പോളിസൈത്തീമിയ റുബ്രാവേര എന്നൊരു അസുഖത്തിന് പേര് വരുന്നു. പറയുമ്പോൾ ബ്ലഡ് ക്യാൻസർ. പക്ഷെ ബ്ലഡ് ക്യാൻസർ ഇഷ്ടംപോലെ ഉണ്ട്. ബ്ലഡിൽ തന്നെ അത് വൈറ്റ് ബ്ലഡ് സെല്ലാണോ റെഡ് ബ്ലഡ് സെല്ലാണോ എവിടെയാണ് ക്യാൻസറസ് ആയിട്ട് പെരുമാറുന്നത്, ലിംഫോമയാണോ കാർസിനോമയാണോ, ഇതൊക്കെ അനുസരിച്ച് മാറും. അത് തന്നെ ഏത് ടൈപ്പാണ് എന്നുള്ളതൊക്കെ അനുസരിച്ചിട്ട് പേര് മാറും. ഈ വാക്ക് നിങ്ങൾക്ക് പരിചയം ഉണ്ടാകുന്ന ഞാൻ വിചാരിക്കുന്നു. കിലുക്കമല്ലല്ലോ, മിന്നാരം എന്ന് പറയുന്ന സിനിമയിൽ ലാലു അലക്സിന്റെ ക്യാരക്ടർ പറയുന്ന ഈ ഡയലോഗ് ഇപ്പോഴും മനസ്സിലാവാത്ത കാര്യങ്ങൾ പറയുന്ന ആളുകളെ കൗണ്ടർ ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു ട്രോൾ ഇമേജാണ്. അതായത് പോളിസൈത്തീമിയ റുബ്രവേര എന്നാണ് ഈ അസുഖത്തിന്റെ മെഡിക്കൽ നെയിം. ഇത് സാധാരണക്കാരൻ അറിയേണ്ട കാര്യമില്ല. ബ്ലഡ് ക്യാൻസർ എന്ന് പറഞ്ഞാൽ മതി. പക്ഷെ ചികിത്സിക്കുന്ന ഡോക്ടർ ബ്ലഡ് ക്യാൻസർ എന്ന് പറഞ്ഞ് ചികിത്സിക്കാൻ പറ്റത്തില്ല. പുള്ളിക്ക് ഇത് എവിടെ എങ്ങനെയാണ് ഇത് വർക്ക് ചെയ്യുന്നതെന്ന് മനസ്സിലാക്കിയിട്ട് ചികിത്സിക്കാൻ പറ്റും. അപ്പൊ അതുകൊണ്ട് വാക്കുകൾ ഭയങ്കര പ്രിസിഷൻ ആവശ്യമാണ്. ക്ലാസ് റൂമിലേക്ക് ഫിസിക്സ് സയൻസ് പഠിക്കാൻ വരുമ്പോൾ, ഫിസിക്സ് നല്ല ഏത് വിഷയം പഠിക്കാൻ വരുമ്പോഴുള്ള പ്രശ്നം, വാക്ക് നമുക്കറിയാമായിരിക്കും, പക്ഷെ സയൻസിൽ ഉപയോഗിക്കുന്ന അർത്ഥം അതല്ലായിരിക്കും. ഇത് പൊതുവിൽ ടീച്ചേഴ്സ് എടുത്ത് പറയത്തില്ല. വർക്ക്, ഫിസിക്സ് ക്ലാസ്സിൽ വർക്ക് ഇടയ്ക്കിടയ്ക്ക് പറയും, വർക്ക് ഡൺ. നമുക്ക് വർക്ക് എന്നുള്ള വാക്കറിയാം. ഇത് ആദ്യമായിട്ട് ഫിസിക്സ് പഠിക്കാൻ വരുന്ന കുട്ടിക്ക് വർക്ക് എന്നുള്ള വാക്ക് നല്ലതുപോലെ അറിയാം. കാരണം വീട്ടില് തേങ്ങ ഇടുക എന്ന് പറഞ്ഞ വർക്ക് ചെയ്ത ആളിന് അച്ഛൻ പൈസ കൊടുക്കുന്നത് കുട്ടി കണ്ടിട്ടുണ്ട്. വർക്കിന് പൈസ കൊടുക്കുന്നുണ്ട്, പെയിന്റ് വർക്കിന് പൈസ കൊടുത്തിട്ടുണ്ട്, എല്ലാ വർക്കിനും പൈസ കൊടുക്കുന്നുണ്ട്, ചുമടെടുക്കുന്ന വർക്കിനും പൈസ കൊടുക്കുന്നുണ്ട്. പക്ഷേ ഫിസിക്സിന്റെ കണക്കിൽ ചുമടെടുത്തുകൊണ്ട് ഇവിടുന്ന് അവിടെ കൊണ്ടുവച്ചാൽ വർക്ക് ചെയ്തിട്ടില്ല. കാരണം അത് ഫോഴ്സും ഡിസ്പ്ലേസ്മെന്റിന്റെ നമ്മുടെ ഡോട്ട് പ്രോഡക്റ്റ് എന്നാണ് പഠിപ്പിക്കുന്നത്. ഒരു ഫോഴ്സ് ഉപയോഗിച്ച് നമ്മൾ ഒരു വസ്തുവിനെ നീക്കിയാൽ ആ ഫോഴ്സിന്റെ ദിശയിൽ എത്രത്തോളം നീങ്ങി, അതിനാണ് വർക്ക്. അപ്പോ ചുമടെടുക്കുമ്പോൾ നമ്മൾ കൊടുക്കുന്ന ബലം മുകളിലോട്ടാണ്, ചുമട് നീങ്ങുന്നത് അങ്ങോട്ടാണ്. ബലം പ്രയോഗിച്ച ദിശയിലേക്ക് വെയിറ്റ് നീങ്ങിയിട്ടില്ല. അപ്പൊ അതുകൊണ്ട് വർക്ക് ചെയ്തിട്ടില്ല. ശമ്പളം തരില്ല എന്ന് പറഞ്ഞാൽ വിവരം അറിയും. കൂലി തരാൻ പറ്റില്ലെന്ന് പറയാൻ പറ്റില്ല. ഫിസിക്സ് പ്രകാരം വർക്ക് ഡൺ 0 ആണ്. പക്ഷെ റിയൽ ലൈഫിൽ അവിടെ വർക്ക് ചെയ്യപ്പെടുന്നു. വ്യത്യാസമുണ്ട്. പിന്നെ ഞാനൊരു നല്ല മതിരിച്ചും തള്ളിക്കൊണ്ട് കഴിഞ്ഞാൽ വർക്ക് ഡൺ ഇല്ല, അവിടെ ഡിസ്പ്ലേസ്മെന്റ് ഇല്ല. പക്ഷെ കുറെ കഴിയുമ്പോഴത്തേക്ക് എന്റെ വായിന്ന് പറ വരും. പക്ഷെ എനർജി സ്പെൻഡ് ആയിട്ടുണ്ട്. എന്തോ പ്രശ്നം. ഈ വർക്ക് എന്ന് പറഞ്ഞ വാക്ക് നമ്മൾ അങ്ങനെയല്ല പരിചയപ്പെടുന്നത്. ഇനി പവർ, നമ്മുടെ സാധാരണ പവർ എന്ന് പറഞ്ഞ ഒരാളുടെ മനസ്സിൽ വരുന്ന വാക്ക് എന്താണ്? നല്ല പവറുള്ള ശക്തി. പരസ്യങ്ങൾക്ക് പോകുമ്പോഴത്തേക്ക് പവർ, ശക്തി, ബലമുള്ള കമ്പി ഒക്കെ പറഞ്ഞു വലിയ പരസ്യമാണ്. പക്ഷെ പവർ എന്ന് പറഞ്ഞാൽ റേറ്റ് ഓഫ് സ്പെൻഡിങ് എനർജിയാണ് ഫിസിക്സിൽ. അതിനെ മാത്രമേ പവർ എന്ന് വിളിക്കൂ, വേറെ ഒന്നിനെയും പവർ എന്ന് വിളിക്കില്ല. ശക്തി എന്ന് പറഞ്ഞൊരു വാക്കേ ഉപയോഗിക്കത്തില്ല. പിന്നെ ഓർഗാനിക് എന്ന് പറഞ്ഞ കെമിസ്ട്രിയിൽ എന്താ അർത്ഥം? കാർബൺ ഉണ്ടാക്കുന്ന കോമ്പൗണ്ട്സിനെ കുറിച്ച് പഠിക്കുന്ന ഏരിയയാണ് ഓർഗാനിക് കെമിസ്ട്രി. നമുക്ക് പുറത്ത് കിട്ടുന്ന സെൻസ് അതല്ല ഓർഗാനിക് പച്ചക്കറി. കാർബൺ മാത്രം ഉണ്ടാക്കിക്കുന്ന പച്ചക്കറി, കരിക്കട്ട മാത്രമേ ഉള്ളൂ. സോൾട്ട്, കെമിസ്ട്രിക്കാരുടെ സോൾട്ട് എന്ന് പറഞ്ഞാൽ ആസിഡ് ബേസ് മിക്സ് ഉണ്ടാകുന്ന സാധനത്തിനാണ് സോൾട്ട് എന്ന് വിളിക്കുന്നത്. നമുക്ക് ഉപ്പ് മാത്രമേ ഉള്ളൂ സോൾട്ട്. ബലം നേരത്തെ പറഞ്ഞാണ്, ഫോഴ്സ് എന്നാണ് ഇംഗ്ലീഷിൽ. കുട്ടിക്ക് അറിയാം ഫോഴ്സ് എന്ന് പറഞ്ഞ വാക്കറിയാം. ബലം എന്നാൽ മറ്റേ മാർവൽ കോമിക്സിൽ ഇടയ്ക്കിടയ്ക്ക് പറയും ഫോഴ്സ്. ആ ഫോഴ്സ് അല്ല ഇത്. മറ്റേ നേരത്തെ പറഞ്ഞാണ് ഏത്, റേറ്റ് ഓഫ് ചേഞ്ച് ഇൻ മൊമെന്റ് ഉണ്ടാക്കുന്ന ഐറ്റമാണ് ഫോഴ്സ്. അന്നാണ് ഫിസിക്സിൽ ഫോഴ്സിനെ വിളിക്കുന്നത്. അത് മാത്രമാണ് ഫോഴ്സ്. നമുക്കിങ്ങനെ ലൂസായിട്ട് എടുത്ത് പ്രയോഗിക്കാൻ പറ്റത്തില്ല. ഈ വാക്കുകൾ നമ്മൾ വിചാരിക്കും ടേക്കൺ ഫോർ ഗ്രാൻഡ്. ആളുകൾ വാക്ക് എല്ലാവർക്കും പരിചയമുള്ളതുകൊണ്ട് മനസ്സിലാവുന്നു എന്ന് വിചാരിക്കും. ഇല്ല, വാക്ക് സയൻസിൽ ഉപയോഗിക്കുന്ന അർത്ഥം സ്പെസിഫിക് മീനിങ് ആണെന്ന് അറിഞ്ഞില്ലെങ്കിൽ നമ്മളത് തെറ്റിച്ചായിരിക്കും ഉപയോഗിക്കാൻ പോകുന്നത്. ഇല്ല, ആവർത്തിക്കുന്നു, മനസ്സിലാക്കേണ്ടതുണ്ട് എന്ന് തോന്നാത്തതുകൊണ്ടാണ് അത് പ്രശ്നമായിട്ട് ഫീൽ ചെയ്യാത്തത്. ഈ ഒരു ചോദ്യത്തോടു കൂടി നമുക്ക് ഈ ചർച്ച ഇവിടെ അവസാനിപ്പിക്കാം. ഇത് നമ്മൾ ക്ലാസ്സിൽ സയൻസ് പഠിക്കുമ്പോൾ ഞാൻ കാണുന്ന ഏറ്റവും വലിയ പ്രശ്നമാണ്. സയന്റിസ്റ്റുമാര് മനുഷ്യരാണെന്ന് തോന്നൂല. ഒരുപാട് പേരുകൾ പഠിക്കും, പേരുകളാണ്. ഇവർക്ക് എന്തെങ്കിലും ഒരു നമ്മളെപ്പോലെ ഒരു മനുഷ്യനാണെന്ന് തോന്നുകയില്ല. തോന്നിയിട്ടുള്ള ആരെങ്കിലും ഉണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞൂടാ. എനിക്ക് പഠിക്കുന്ന സമയത്ത് തോന്നിയിട്ടില്ല. കാരണം ഞാൻ ഈ പേരുകൾ മാത്രമേ ഉപയോഗിച്ചിട്ടുള്ളൂ. ബോൾട്സ്മാൻ ഡിസ്ട്രിബ്യൂഷൻ, ഒരു ബോൾട്സ്മാൻ, നമുക്ക് ഈ പേര് വഴങ്ങുകയില്ല. അപ്പൊ അതുകൊണ്ട് നമ്മൾ കരുതുന്നത് രാജേന്ദ്രൻ ഡിസ്ട്രിബ്യൂഷൻ ആയിരുന്നെങ്കിൽ എളുപ്പമായിരുന്നു പഠിക്കാൻ. ഇത് ബോൾട്സ്മാൻ ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയുമ്പോൾ പിന്നെ സ്പെല്ലിങ് പഠിക്കണം, വലിയ പ്രശ്നമാണ്. അങ്ങനെ പക്ഷേ സയൻസ് ചെയ്ത മനുഷ്യർ, ഈ കണ്ടുപിടിച്ച ടെക്സ്റ്റ് ബുക്കിൽ പേര് വന്നേക്കുന്ന മനുഷ്യർക്കെല്ലാം അവരുടെ ഒരു ലൈഫ് ഉണ്ടായിരുന്നു മനസ്സിലാക്കി കഴിഞ്ഞാൽ കുറെ പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടും. ഈ പറഞ്ഞ ഈ ബോൾട്സ്മാൻ എന്ന് പറഞ്ഞ ഒരു കക്ഷി കൈനറ്റിക് തിയറിയെ കണ്ടുപിടിച്ചെന്നൊക്കെയാണ് നമ്മൾ പുസ്തകത്തിൽ പഠിക്കുക. പുള്ളിയാണ് ഈ ആറ്റങ്ങൾ എന്ന് പറഞ്ഞ വളരെ മൈന്യൂട്ട് പാർട്ടിക്കിൾസ് വെച്ച് ഈ ഒരു സിലിണ്ടറിൽ അടച്ചു വെച്ചിരിക്കുന്ന ഗ്യാസ് എത്ര പ്രഷർ ചെലുത്തും,
എങ്ങനെ ടെമ്പറേച്ചർ കൊടുത്താൽ എന്ത് സംഭവിക്കും, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പുള്ളി ഈ ആറ്റങ്ങളുടെ അടിസ്ഥാനത്തിലാണ് കണ്ടുപിടിച്ചത്. പക്ഷെ പുള്ളിയുടെ കാലത്ത് ഈ ആറ്റം എന്ന് പറഞ്ഞ സംഗതി വെറും ഒരു ട്രിക്കാണെന്ന്, അങ്ങനെ ആക്ച്വലി അത്രയും ചെറിയ പാർട്ടിക്കിൾസ് ആക്ച്വലി ഇല്ല എന്നുമാണ് മറ്റു പല സയന്റിസ്റ്റുകളും വാദിച്ചത്. അത് ഈ ബോൾട്സ്മാന് അതിസാരമായ പ്രശ്നം ഉണ്ടായിരുന്നു. പുള്ളി അങ്ങ് ഒറ്റപ്പെട്ടു കമ്മ്യൂണിറ്റിയിൽ. അത് മാത്രമല്ല ആ സമയം നല്ല ആസ്മയുണ്ട്, കാഴ്ചയും കുറയുന്നുണ്ടായിരുന്നു, ഡിപ്രഷന് പറ്റിയ എല്ലാ ചേരുവകളും ഒത്തുതീർന്നു, സൂയിസൈഡ് ചെയ്യാണ് ചെയ്തത്. ഇതാണ് ഡ്രൈവിംഗ് ഫാക്ടർ. ഒരാൾ സൂയിസൈഡ് നമ്മൾ പെട്ടെന്ന് അയാൾ മനുഷ്യനായിട്ട് നമുക്ക് തോന്നും അല്ലേ? മനുഷ്യരൊക്കെ ചെയ്യുന്ന എന്തോ കാര്യം, സോ ദർ ഈസ് സംതിങ് ഇൻവോൾവ്, എന്തൊക്കെയോ നമുക്കൊക്കെ ഉള്ളതുപോലത്തെ എന്തൊക്കെയോ വ്യാകുലതകളൊക്കെ ഉള്ള ഒരാളായിട്ട് തോന്നും. പക്ഷെ ഇതൊരു സ്റ്റാറ്റിസ്റ്റിക്കൽ മെക്കാനിക്സിന്റെ ഒരു ടെക്സ്റ്റ് ബുക്ക് തുടങ്ങുന്നത് ഇങ്ങനെ. ഇതിന്റെ തുടക്കം അദ്ദേഹം ബോൾട്സ്മാൻ ആണ്. ബോൾട്സ്മാൻ പിന്നീട് ഇന്ന കാരണങ്ങൾ കൊണ്ട് സൂയിസൈഡ് ചെയ്തു. ഇനി നമുക്ക് സ്റ്റാറ്റിസ്റ്റിക്കൽ മെക്കാനിക്സ് പഠിക്കാം. അപ്പൊ തന്നെ ദേവി എന്ന് വിളിച്ചായിരിക്കും തുടങ്ങുന്നത്. പക്ഷെ ഇറ്റ് വർക്ക്സ്. കാരണം നമുക്ക് തോന്നും മനുഷ്യര് നമ്മളെയൊക്കെ പോലുള്ള ആളുകൾ തന്നെയാണ്. ഇപ്പോ മേരി ക്യൂറി മക്കളെ വളർത്താൻ കഷ്ടപ്പെട്ടതും നമുക്കറിയത്തില്ല. മേരി ക്യൂറിയുടെ ഭർത്താവായിരുന്ന പേരി ക്യൂറി വളരെ ചെറുപ്പത്തിൽ തന്നെ കുതിരവണ്ടി ഇടിച്ച് മരിച്ചു പോയതും, അതിനുശേഷം മാഗ്നറ്റിസത്തിന്റെ പ്രധാനപ്പെട്ട വക്താക്കളായ പോൾ ലാൻജിവിനുമായിട്ടൊരു അവിഹിത കഥ പ്രചരിച്ചതും. ഞാനിത് ക്ലാസ്സിൽ പറയുമ്പോൾ എന്താ ഇൻട്രസ്റ്റ് എന്നറിയ പിള്ളേർക്ക് നമ്മുടെ ലെവലിലോട്ട് കിട്ടണം. ഇതാണ് നമ്മുടെ ഫീൽഡ്. ഇതിലോട്ട് വന്നാൽ നമുക്ക് ഇതിങ്ങനെ ഈ സയന്റിസ്റ്റുമാരെ കുറിച്ചൊക്കെ പറയുമ്പോൾ ഇങ്ങനെ എന്തെങ്കിലും കഥയിലേക്ക് വരുമ്പോൾ ക്ലാസ് മൊത്തം പിൻ ഡ്രോപ്പ് സൈലന്റ് ആയിരിക്കും. എല്ലാവരും ഇങ്ങനെ ശ്രദ്ധിച്ചു വരും. എന്നിട്ട് ഓക്കെ കം ടു ദ പോയിന്റ് എന്ന് പറയുമ്പോഴത്തേക്കും മറ്റേ ബലൂണിന് കാറ്റ് ഈ കം ടു ദ പോയിന്റ് ആണ് അയാളെ രസച്ചരട് പൊട്ടിക്കുന്നത്. ശരി, നമുക്ക് പാരാമാഗ്നറ്റിസത്തിലേക്ക് വരാം എന്ന് പറയുമ്പോൾ അതിനകത്ത് അസ്വാഭാവികമായിട്ടൊന്നുമില്ല. നിങ്ങൾക്ക് പാരാമാഗ്നറ്റിസത്തിന്റെ മാത്തമാറ്റിക്കൽ ഇക്വേഷൻ ഈ അവിഹിതത്തെക്കാൾ രസകരമായിട്ട് തോന്നുന്നുണ്ടെങ്കിൽ എന്തോ കുഴപ്പമുണ്ട്. നമ്മുടെ നാച്ചുറൽ ഇൻസ്റ്റിങ്സ് ഇങ്ങനെ പെട്ടെന്ന് റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണ് കിടക്കുന്നത്. ഇതിന്റെ പ്രാധാന്യം മനസ്സിലാക്കാതെ നമ്മൾ പഠിക്കൂല. നമ്മൾ പ്രാധാന്യം എന്ന് പറഞ്ഞിരിക്കുന്നത് മറ്റേ സർട്ടിഫിക്കറ്റ് ആണ്. ഇന്നത്തെ കാലഘട്ടത്തിലെ പ്രധാനപ്പെട്ട പ്രശ്നം എന്ന് പറയുന്നത് സർട്ടിഫിക്കറ്റ് ആൾക്കാർ ചോദിക്കുന്ന പോലും ഇല്ല. ഇപ്പോൾ ഞാൻ പൈത്തൺ പ്രോഗ്രാമിംഗിൽ സർട്ടിഫിക്കറ്റ് പ്രോഗ്രാം ചെയ്തിട്ടുണ്ട്, ഏകത്തിലുണ്ടെന്ന് പറഞ്ഞാൽ ഓക്കെ, അതൊക്കെ ഈ ഗ്രേഡ് സർട്ടിഫിക്കറ്റ് ഒക്കെ അവിടെ ഇരിക്കട്ടെ, ഒരു പ്രോഗ്രാം എഴുതി കാണിക്കാൻ പറയാം. അതാണ് ഇപ്പോഴത്തെ കാലം. കാരണം എല്ലാവരുടെയും ഈ സാധനം ഉണ്ട്. പണ്ട് വല്ലപ്പോഴും മാത്രം ഇത് കിട്ടുമ്പോൾ അത് വെച്ചിട്ട് ആൾക്കാർ വിലയിരുത്തും. ഇപ്പൊ അതല്ല, എല്ലാവരുടെയും സർട്ടിഫിക്കറ്റ് ഉണ്ട്. വരുന്നപ്പം ഡിഗ്രിക്ക് അഡ്മിഷൻ എടുക്കുന്ന എല്ലാവർക്കും +2 99+% മാർക്ക്. അപ്പൊ അതിൽ ഒരാളെ എങ്ങനെ ചൂസ് ചെയ്യും? പിന്നെ നെക്സ്റ്റ് ലെവൽ ക്വസ്റ്റ്യൻ ആണ്, എനിക്ക് പണി അറിയാം, അത് ആപ്ലിക്കേഷനാണ്. ദെൻ യു ഹാവ് ടു ലീവ് ദ സയൻസ് ഔട്ട്സൈഡ് ദ ക്ലാസ് റൂം. അവിടെ ക്ലാസ് റൂമിൽ കൊണ്ടുവച്ചിട്ട് വെളിയിൽ കൊണ്ടുവന്നിട്ട് അപ്ലൈ ചെയ്ത് കാണിക്കാനുള്ള കഴിവുണ്ടാകും. അപ്പോൾ നമ്മുടെ കൂട്ടത്തിലും പഠിക്കുന്നവരുണ്ട്. അവർക്ക് എപ്പോഴാണ് എന്തിനാണ് പഠിക്കുന്നതെന്ന് മനസ്സിലായിട്ടില്ല എന്നുണ്ടെങ്കിൽ ആദ്യം നമുക്ക് മനസ്സിലാകണം. പിന്നെ ഇത് സർട്ടിഫിക്കറ്റ് ഏണിംഗ് പ്രോസസ് എന്നുള്ള കാലത്ത് നിന്നൊക്കെ ഒരുപാട് മാറി. സർട്ടിഫിക്കറ്റിന് അത് പ്രിന്റ് ചെയ്യുന്ന പേപ്പറിന്റെ വിലവിലും ഒരുപക്ഷെ നാളെ ഇല്ലാതായി എന്ന് വരും. പേയ്മെന്റ് ഒക്കെ UPI പേയ്മെന്റ് ആയി മാറിക്കഴിഞ്ഞു. എന്നുവെച്ചാൽ അതിന്റെ അർത്ഥം 100 രൂപയുടെ നോട്ടിന് 100 രൂപ എന്ന വിലയില്ല. ഇപ്പോൾ അതാണ് നമ്മൾ ട്രാൻസ്ഫർ ചെയ്യുക. നാളെ ഇന്നിപ്പോ നമ്മൾ പഠിക്കുന്നത് അക്കാഡമിക് ബാങ്ക് ഓഫ് ക്രെഡിറ്റ്സ് എന്നൊക്കെയാണ്. അതായത് സർട്ടിഫിക്കറ്റ് പ്രിന്റ് ഒന്നും വേണമെന്നില്ല. ഒരു അക്കൗണ്ടിൽ UPI അക്കൗണ്ട് പോലെ നിങ്ങളൊരു ജോലിക്ക് അപ്ലൈ ചെയ്യുമ്പോൾ നിങ്ങളെ ഏത് കമ്പനിയാണ് അപ്ലൈ ചെയ്യുന്നത് അവർക്ക് നിങ്ങൾ ഓതറൈസേഷൻ കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾ ഏൺ ചെയ്തിട്ടുള്ള ക്രെഡിറ്റ്സ് അവർക്ക് കാണാം. സർട്ടിഫിക്കറ്റ് പ്രിന്റ് ചെയ്ത് മറ്റേ പ്രിന്റ് കൊണ്ട് കാണിക്കണം. ഇനി വ്യാജ സർട്ടിഫിക്കറ്റ് ഒന്നും പ്രിന്റ് ചെയ്യാൻ ഡിമാൻഡ് ഇല്ല. ആ ബിസിനസ്സിലൊക്കെ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഉടനെ വെച്ച് കിട്ടിക്കോളൂ. ആ ബിസിനസ് ഇനി അധികം നാൾ നിൽക്കില്ല. അപ്പൊ നമ്മള് ഇനി ഇതിന്റെ സോഷ്യൽ ആസ്പെക്ടിലേക്ക് വന്നു കഴിഞ്ഞാൽ മനുഷ്യരാണ് ഈ ലോകത്തെ മനസ്സിലാക്കാൻ ശ്രമിക്കുന്ന ശ്രമങ്ങൾക്കിടയിലാണ് സയൻസ് ഉണ്ടാക്കിയത്. അത് ഉണ്ടാക്കിയ മാറ്റം ചരിത്രം നോക്കിക്കഴിഞ്ഞാൽ പകല് പോലെ നമ്മുടെ മുമ്പിൽ തെളിഞ്ഞു കിടപ്പുണ്ട്. ഇനി അങ്ങോട്ടുള്ള പ്രശ്നങ്ങൾക്കും പരിഹാരം സയൻസിൽ കൂടെ തന്നെയാണ് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത്. എല്ലാ പ്രശ്നങ്ങളൊന്നുമല്ല, നമ്മൾ നേരിടുന്ന പല പ്രശ്നങ്ങൾക്കും സയൻസിലൂടെ തന്നെയാണ് പരിഹാരം വരുന്നത്. കാരണം ചില പ്രശ്നങ്ങളൊക്കെ സയൻസ് ഉണ്ടാക്കിയതാണെന്ന് നമുക്കറിയാം. ക്ലൈമറ്റ് ചേഞ്ച് ഉണ്ടാക്കിയത് നമ്മളെല്ലാവരും ഗുഹാവാസികളായിട്ട് കാട്ടിൽ മറ്റു മൃഗങ്ങളുമായിട്ട് മത്സരിച്ച് ജീവിച്ചിട്ടുണ്ടെങ്കിൽ ക്ലൈമറ്റ് ചേഞ്ചിന് ഇതുപോലെ ഉണ്ടാകത്തില്ല. ഉണ്ടാവും, നമ്മുടെ വിഷയമല്ല. നമ്മളങ്ങനെയല്ല, നമ്മൾ മറ്റു ജീവികളൊന്നും ഇല്ലാത്ത വിധം കാർബൺ എമിഷനും മറ്റു പല പരിപാടികളൊക്കെ ചെയ്യുന്നത് കൊണ്ടാണ് നമ്മളായിട്ട് ഈ പ്രശ്നം ബൈ പ്രോഡക്റ്റ് ആയിട്ട് ഉണ്ടാക്കിയത്. അതുകൊണ്ട് റോഡ് പണിയണ്ടെന്ന് വെച്ചാൽ റോഡ് പണിയണം. കാരണം നമുക്ക് ആഗോള ഉച്ചവടി പങ്കെടുക്കാൻ പോകണമെന്നുണ്ടെങ്കിൽ ഫ്ലൈറ്റ് വേണ്ടേ. അങ്ങനെ പല ആവശ്യങ്ങളുണ്ട്. അപ്പൊ നമ്മൾ അതിന്റെ പരിഹാരം നമ്മൾ കണ്ടെത്തണം. കൂടുതൽ സസ്റ്റൈനബിൾ ആയിട്ടുള്ള മാർഗങ്ങൾക്ക് എന്ത് ചെയ്യണം, എല്ലാവർക്കും ആരോഗ്യം ഉറപ്പിക്കാൻ എന്ത് ചെയ്യണം, എല്ലാവർക്കും ഇക്വിറ്റി ഉറപ്പിക്കാൻ എന്ത് ചെയ്യണം, ഇതിനൊക്കെയുള്ള മാർഗങ്ങൾ നമ്മൾ എഡ്യൂക്കേഷനിലൂടെയും
അതിന്റെ പുറത്തുള്ള ചർച്ചകളിലൂടെ ഉണ്ടാവേണ്ടതുണ്ട്. നമ്മളിപ്പോൾ ചെയ്യുന്നത് പോലുള്ള നമ്മുടെ നാട്ടിലെ അന്ധവിശ്വാസങ്ങളിൽ കുരുങ്ങിക്കിടക്കുന്ന പരിഹാര മാർഗങ്ങൾക്ക് പകരം എല്ലാവരും ഇതിന്റെ പ്രാധാന്യം മനസ്സിലാക്കി ചർച്ച ചെയ്യും. ഇത് ഒരു കൂട്ടം സയന്റിസ്റ്റുമാരിരുന്ന് കണ്ടുപിടിക്കാൻ പോകുന്നതാണെന്ന് വിചാരിച്ചാൽ പെട്ടും. ഇത് ഓരോ മനുഷ്യരിലേക്ക് എത്തേണ്ടത് വളരെ വളരെ അത്യാവശ്യമാണ്. നമ്മൾ ഒരു ഡെമോക്രാറ്റിക് സമൂഹത്തിലാണ് ജീവിക്കുന്നത്. നമ്മൾ എല്ലാവരും കൂടെ തന്നെയാണ് ഈ തീരുമാനങ്ങളൊക്കെ എടുക്കുന്നത്, നേരിട്ടോ അല്ലാതെയോ. നമ്മൾ ഇടപെടാതിരിക്കുന്നതും ഒരു തീരുമാനം എടുക്കൽ തന്നെയാണ്. നമ്മളുടെ തീരുമാനം ആയിരിക്കില്ല വരുന്നത് തന്നെ ഉള്ളൂ. അപ്പോൾ ആ ഒരു കൺസേൺ മാത്രം പങ്കുവെച്ചുകൊണ്ട് ഇത്രയും നേരം കേട്ടിരുന്ന എല്ലാവർക്കും നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുന്നു. എന്തെങ്കിലും മൈക്കിന് എങ്ങനെ മനസ്സിലായി? അപ്പോൾ എന്തെങ്കിലും ചോദ്യങ്ങളുണ്ടെങ്കിൽ നമുക്ക് ചർച്ച ചെയ്യാം.